പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തന്മാത്രയാണ്. പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് എന്താണ്? തന്മാത്രയാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണമാണ് തന്മാത്ര. ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണമാണ് തന്മാത്ര. ഒരു മൂലകത്തിന്റെ ഭൗതികപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകമാണ് തന്മാത്ര. അപ്പോൾ തന്മാത്ര എന്താണ്? പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നുള്ള കണമാണ് തന്മാത്ര. ഒരു മൂലകത്തിന്റെ ഭൗതികപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകമാണ് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അവഗാഡ്രോ. അവഗാഡ്രോയാണ് തന്മാത്ര എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത്. സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന SI യൂണിറ്റ് ആണ് മോൾ. അപ്പോൾ സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന SI യൂണിറ്റ് എന്താണ്? മോൾ ആണ്. ഒരു മോൾ എന്ന് പറയുന്നത് 6.02 ഇൻറ്റു 10⁻23 ആണ് ഒരു മോൾ എന്ന് പറയുന്നത്. ഇതിനെ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അപ്പോൾ അവഗാഡ്രോ നമ്പർ എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് തന്മാത്രാന്തര ബലം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് തന്മാത്രാന്തര ബലം എന്ന് പറയുന്നത്? പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് തന്മാത്രാന്തര ബലം അല്ലെങ്കിൽ ഇന്റർ മോളിക്യുലാർ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. തന്മാത്രാന്തര ബലം ഖരങ്ങളിൽ വളരെ കൂടുതലായും ദ്രാവകങ്ങളിൽ അല്പം കുറവായും വാതകങ്ങളിൽ വളരെ കുറവായിട്ടുമാണ് കാണപ്പെടുന്നത്. അപ്പൊ അവിടെ ഓർത്തു വെക്കുക, എന്താണ് തന്മാത്രാന്തര ബലം എന്ന് പറയുന്നത്? പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് തന്മാത്രാന്തര ബലം എന്ന് പറയുന്നത്. ഈ തന്മാത്രാന്തര ബലം ഖരവസ്തുക്കളിലായിരിക്കും ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. എന്നാൽ ദ്രാവകങ്ങളിൽ ഖരത്തെ അപേക്ഷിച്ച് കുറവായിരിക്കും. എന്നാൽ വാതകത്തിലാണ് ഏറ്റവും കുറവ് തന്മാത്രാന്തര ബലം കാണപ്പെടുന്നത്. തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ധ്രുവങ്ങൾ? തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെയാണ് ധ്രുവങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇങ്ങനെയുള്ള തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ അവിടെ ഓർത്തു വെക്കുക, തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുവിനെ എന്താണ് പറയുന്നത്? ധ്രുവങ്ങൾ എന്നാണ് പറയുന്നത്. ഇങ്ങനെയുള്ള തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്ന് വിളിക്കുന്നു. പോളാർ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറപ്പെടുന്നു. അതവിടെ ഓർക്കുക. തന്മാത്രകളെ അവയുടെ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ച് മൂന്നായി തിരിക്കുന്നു. ഏതൊക്കെയാണ്? ഏക അറ്റോമിക തന്മാത്രകൾ, ദ്വയറ്റോമിക തന്മാത്രകൾ, ബഹു അറ്റോമിക തന്മാത്രകൾ. അപ്പോൾ തന്മാത്രകളെ അവയിലെ ആറ്റങ്ങളുടെ എണ്ണത്തെ അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഏതൊക്കെയാണ്? ഏക അറ്റോമിക തന്മാത്രകൾ, ദ്വയറ്റോമിക തന്മാത്രകൾ, 3 ബഹു അറ്റോമിക തന്മാത്രകൾ. അപ്പോൾ ഓരോന്നായിട്ട് നോക്കാം. ആദ്യം ഏക അറ്റോമിക തന്മാത്രകൾ അല്ലെങ്കിൽ മോണോ അറ്റോമിക് മോളിക്യൂൾ. എന്താണ്? ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏക അറ്റോമിക് തന്മാത്രകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ആറ്റം മാത്രമുള്ളതിനെ ഏക അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നു. അതിന് ഉദാഹരണം എന്താണ്? ലോഹങ്ങളാണ്. ഏതൊക്കെ? കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, അലസവാതകങ്ങൾ. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ഏക അറ്റോമിക തന്മാത്രയ്ക്ക് ഉദാഹരണമാണ്. എന്തൊക്കെയാണ്? കാൽസ്യം ഉണ്ട്, സോഡിയം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, ലോഹങ്ങളുണ്ട്, അലസവാതകങ്ങൾ. ഇതൊക്കെ ഏക അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമത് ദ്വയറ്റോമിക തന്മാത്രകൾ. അതെന്താണ്? 2 ആറ്റങ്ങളുള്ള തന്മാത്രയാണ് ദ്വയറ്റോമിക തന്മാത്ര എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ H2, നൈട്രജൻ N2, ഓക്സിജൻ O2. അപ്പൊ ഇതൊക്കെയാണ് ദ്വയറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമായിട്ട് വരുന്നത്. 2 ആറ്റമുള്ള തന്മാത്രയാണ് ദ്വയറ്റോമിക തന്മാത്രകൾ. അടുത്ത മൂന്നാമതായി ബഹു അറ്റോമിക തന്മാത്രകൾ, പോളി അറ്റോമിക് മോളിക്യൂൾ. എന്താണ്? ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അവയാണ് ബഹു അറ്റോമിക തന്മാത്രകൾ. അതിന് ഉദാഹരണമാണ് ഫോസ്ഫറസ്, സൾഫർ, ഓസോൺ. ഇതൊക്കെ എന്തിനുദാഹരണമാണ്? ബഹു അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് തന്മാത്രയിൽ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ്? പ്രപഞ്ചത്തിലെ ഇഷ്ടികകൾ എന്നറിയപ്പെടുന്നത് തന്മാത്രയാണ്. ആറ്റങ്ങൾ കൂടിച്ചേർന്നുണ്ടാകുന്ന കണത്തെയാണ് തന്മാത്ര എന്ന് പറയുന്നത്. ഒരു മൂലകത്തിന്റെ ഭൗതികപരമായ എല്ലാ ഗുണങ്ങളും അടങ്ങിയ അടിസ്ഥാന ഘടകമാണ് തന്മാത്ര. തന്മാത്ര എന്ന പദം ആദ്യം ഉപയോഗിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? അവഗാഡ്രോയാണ്. സൂക്ഷ്മ കണികകളുടെ എണ്ണത്തെ കുറിക്കുന്ന SI യൂണിറ്റ് ആണ് മോൾ എന്ന് പറയുന്നത്.
ഒരു മോൾ എന്ന് പറയുന്നത് 6.022 ഇൻറ്റു 10⁻23 ഒരു മോൾ എന്ന് പറയുന്നത്. ഇതിനെ അവഗാഡ്രോ നമ്പർ എന്ന് പറയുന്നു. അപ്പൊ അവിടെ ഓർക്കുക, അവഗാഡ്രോ നമ്പർ ഏതാണെന്ന് ചോദിച്ചാലും ഒരു മോൾ എത്രയെന്ന് ചോദിച്ചാലും സെയിം ആണ്. എത്രയാണ്? 6.022 ഇൻറ്റു 10⁻23. പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലത്തെയാണ് തന്മാത്രാന്തര ബലമെന്ന് പറയുന്നത്. പദാർത്ഥങ്ങളിൽ തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം എന്താണ്? തന്മാത്രാന്തര ബലമാണ്. തന്മാത്രാന്തര ബലം ഖരങ്ങളിൽ വളരെ കൂടുതലായും ദ്രാവകങ്ങളിൽ അല്പം കുറവായും എന്നാൽ വാതകങ്ങളിൽ വളരെ കുറവുമായിട്ടാണ് കാണപ്പെടുന്നത്. തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ എന്തെന്നാണ് വിളിക്കുന്നത്? ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് എന്നാണ് വിളിക്കുന്നത്. തന്മാത്രകളിൽ വൈദ്യുത ചാർജ് കേന്ദ്രീകരിക്കുന്ന ബിന്ദുക്കളെ എന്താണ് വിളിക്കുന്നത്? ധ്രുവങ്ങൾ അല്ലെങ്കിൽ പോൾസ് എന്നാണ്. ഇങ്ങനെയുള്ള തന്മാത്രകളെ പോളാർ തന്മാത്രകൾ എന്നാണ് വിളിക്കുന്നത്. എന്താണ്? പോളാർ തന്മാത്രകൾ. പോളാർ തന്മാത്രകൾ ജലത്തിൽ ലയിക്കുമ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറുന്നു. തന്മാത്രകളെ അവയുടെ ആറ്റങ്ങളുടെ എണ്ണം അനുസരിച്ച് എത്രയായിട്ട് തിരിക്കാം? 3 തിരിക്കാം. ഏതൊക്കെയാണ്? ഏക അറ്റോമിക തന്മാത്രകൾ, ദ്വയറ്റോമിക തന്മാത്രകൾ, ബഹു അറ്റോമിക തന്മാത്രകൾ. എന്താണ് ഏക അറ്റോമിക തന്മാത്രകൾ പറയുന്നത്? ഒരു ആറ്റം മാത്രമുള്ളവയാണ് ഏക അറ്റോമിക തന്മാത്രകൾ. എന്താണ്? ഒരു ആറ്റം മാത്രമുള്ളതിനെയാണ് ഏക അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. ഉദാഹരണം എന്തൊക്കെയാണ്? ലോഹങ്ങൾ, കാൽസ്യം, സോഡിയം, പൊട്ടാസ്യം, അലസവാതകങ്ങൾ ഇതൊക്കെ ഏക അറ്റോമിക തന്മാത്രകൾക്ക് ഉദാഹരണമാണ്. രണ്ടാമത് ദ്വയറ്റോമിക തന്മാത്രകൾ. അതില് 2 ആറ്റങ്ങളുള്ള തന്മാത്രകളെയാണ് ദ്വയറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് ഹൈഡ്രജൻ, നൈട്രജൻ, ഓക്സിജൻ. അത് നോക്കുമ്പോൾ തന്നെ അറിയാം 2 ആറ്റങ്ങളാണ് എല്ലാത്തിലും ഉള്ളത്. H2, N2, O2. അപ്പൊ ഇതിലെല്ലാം 2 ആറ്റങ്ങളുണ്ട്. അതുകൊണ്ട് ഇതൊക്കെ എന്താണ്? ദ്വയറ്റോമിക തന്മാത്രകളാണ്. അടുത്ത ബഹു അറ്റോമിക തന്മാത്രകൾ. അതെന്താണ്? ഒരു മൂലകത്തിന്റെ തന്മാത്രയിൽ 2ൽ കൂടുതൽ ആറ്റങ്ങൾ ഉണ്ട് എങ്കിൽ അവയാണ് ബഹു അറ്റോമിക തന്മാത്രകൾ എന്ന് പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറഞ്ഞത് ഏതൊക്കെയാണ്? ഫോസ്ഫറസ്. ഫോസ്ഫറസിൽ എത്ര ആറ്റങ്ങളാണുള്ളത്? 4 ആറ്റങ്ങളാണുള്ളത്. P4 എന്നാണ് അതിനെ രേഖപ്പെടുത്തുന്നത്. സൾഫറിലാണെങ്കിൽ എത്രയാണുള്ളത്? 8 ആറ്റങ്ങളുണ്ട്. S8 ആണ്. ഓസോണിൽ എത്രയാണ്? 3 എണ്ണമുണ്ട്. O3 എന്നാണ് രേഖപ്പെടുത്തുന്നത്. അപ്പൊ ഇത്രയും ഭാഗങ്ങളാണ് തന്മാത്ര എന്നതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അടുത്ത് നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയിലെ തന്നെ രൂപാന്തരത്വത്തെ കുറിച്ച് ആണ് പറയുന്നത്. നമുക്ക് സിലബസിൽ പഠിക്കാനുണ്ട് രൂപാന്തരത്വത്തെ കുറിച്ച്. അപ്പോൾ അതിലുള്ള കാര്യങ്ങളെ നോക്കാം. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്ന അവസ്ഥയാണ് രൂപാന്തരത്വം അല്ലെങ്കിൽ അലോട്രോപ്പി എന്ന് പറയുന്നത്. അപ്പോൾ രൂപാന്തരത്വം എന്താണ്? ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്നതിനെയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസമാണ് രൂപാന്തരത്വം. അപ്പോൾ രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെ രൂപാന്തരത്വം എന്ന് പറയുന്നു. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകളെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 പോയിന്റ് ഓർക്കുക. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്നതിനാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസത്തെയാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകളാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. ആദ്യമായിട്ട് കാർബണിന്റെ രൂപാന്തരം എങ്ങനെയാണെന്ന് നോക്കാം. ഏറ്റവും കൂടുതൽ രൂപാന്തരം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ. അപ്പൊ ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ ആണ്. കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാക്കുവാനുള്ള കഴിവിനാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ കാറ്റിനേഷൻ എന്താണ്? കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധനത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാകാനുള്ള ഒരു കഴിവാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാർബണിന്റെ രൂപാന്തരത്തിന് കാരണം എന്താണ്? കാറ്റിനേഷൻ ആണ്. കാർബണിന്റെ രൂപാന്തരത്തിന് കാരണം കാറ്റിനേഷൻ ആണ്. കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. ഇതൊക്കെയാണ് കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങൾ. അപ്പോൾ ഒന്നാമത് നമ്മൾ പഠിച്ചത് ഏതാണ്? കാർബണിന്റെ രൂപാന്തരങ്ങളെ കുറിച്ചാണ്. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകം ഏതാണ്? കാർബൺ ആണ്. കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധനത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാകുവാനുള്ള കഴിവിനാണ് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. കാർബണിന്റെ രൂപാന്തരത്തിന് കാരണം എന്താണ്? കാറ്റിനേഷൻ ആണ്. കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ,
അമോർഫസ് കാർബൺ. അപ്പൊ ഈ 5 എണ്ണം ഓർത്തു വെക്കുക. കാർബണിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. അപ്പോൾ നമുക്കിത് ഓരോന്നായിട്ട് നോക്കാനുണ്ട്. ആദ്യം ഏതാണ്? വജ്രത്തെ കുറിച്ച് നോക്കാം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം എന്താണ്? വജ്രമാണ്. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം എന്താണ്? വജ്രമാണ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം 4 വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധനത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 വജ്രത്തിൽ കാർബൺ ആറ്റങ്ങളുടെ ഘടന വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ത്രിമാന ശൃംഖല രൂപത്തിലാണ് വജ്രത്തിൽ കാർബൺ ആറ്റങ്ങളുടെ ഘടന വ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് നോക്കാം. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരം ഏതാണ്? വജ്രമാണ്. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് വജ്രം. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 വജ്രത്തിൽ കാർബൺ ആറ്റങ്ങളുടെ ഘടന വ്യാപിച്ചിരിക്കുന്നത് എങ്ങനെയാണ്? ത്രിമാന ശൃംഖല രൂപത്തിലാണ്. വജ്രത്തിന്റെ ഉപയോഗങ്ങൾ നോക്കാം. എന്തൊക്കെയാണ് വജ്രത്തിന്റെ ഉപയോഗങ്ങൾ വരുന്നത്? കാഠിന്യമുള്ള ഉപകരണങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള ഉരകല്ലായും അച്ചുകൾ ഉണ്ടാക്കുന്നതിനും വൈദ്യുത ബൾബുകൾക്ക് ആവശ്യമായ ടങ്സ്റ്റൺ ഫിലമെന്റ് നിർമ്മിക്കുവാനുമായിട്ടാണ് വജ്രം ഉപയോഗിക്കുന്നത്. അപ്പൊ എന്തിനൊക്കെയാണ് വജ്രം ഉപയോഗിക്കുന്നത്? കാഠിന്യമുള്ള ഉപകരണങ്ങളുടെ മൂർച്ച കൂട്ടാനുള്ള ഉരകല്ലായും അച്ചുകൾ ഉണ്ടാക്കുന്നതിനും വൈദ്യുത ബൾബുകൾക്ക് ആവശ്യമായ ടങ്സ്റ്റൺ ഫിലമെന്റ് നിർമ്മിക്കുന്നതിനുമാണ് വജ്രം ഉപയോഗിക്കുന്നത്. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനം. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലതയ്ക്കും കാരണം എന്താണ്? സഹസംയോജന ബന്ധനം. അപ്പോൾ വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എന്നാൽ വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം എന്താണ്? സഹസംയോജന ബന്ധനമാണ്. വജ്രം വൈദ്യുതി കടത്തിവിടാത്തതിന് കാരണം എന്താണ്? അപ്പൊ അവിടെ ഓർക്കുക, വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. അതിന് കാരണം എന്താണ്? വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ് വജ്രം വൈദ്യുതി കടത്തിവിടാത്തത്. അപ്പോൾ വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. കാരണം എന്ന് പറയുന്നത് വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ്. അപ്പൊ ഇത്രയും പോയിന്റ് ഓർക്കുക. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം എന്താണ്? പൂർണ്ണാന്തര പ്രതിഫലനമാണ്. വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണം സഹസംയോജന ബന്ധനമാണ്. വജ്രം വൈദ്യുതി കടത്തിവിടാത്തതിന് കാരണമാണ് വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാൽ. അടുത്ത പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കുന്നതിനുള്ള സ്കെയിലാണ് മോഹ് സ്കെയിൽ. എന്താണ് മോഹ് സ്കെയിൽ? പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മോഹ് സ്കെയിൽ. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് വജ്രം. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ്. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരത്വം ഏതാണ്? അതും വജ്രമാണ്. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള രണ്ടാമത്തെ പദാർത്ഥം ഏതാണ്? കൊറണ്ടമാണ്. അപ്പൊ അവിടെ ഓർക്കുക, ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം വജ്രമാണ്. എന്നാൽ രണ്ടാമത്തെ പദാർത്ഥം ഏതാണ്? കൊറണ്ടമാണ്. കൊറണ്ടം രാസപരമായി എന്താണ്? അലുമിനിയം ഓക്സൈഡ് ആണ്. കൊറണ്ടം രാസപരമായിട്ട് അലുമിനിയം ഓക്സൈഡ് ആണ്. വജ്രത്തിന്റെ കാഠിന്യം 10 മൊഹ്സും കൊറണ്ടത്തിന്റെ കാഠിന്യം വരുന്നത് 9 മൊഹ്സുമാണ്. അപ്പൊ ഇത്രയും പോയിന്റ് നോക്കാം. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിൽ ഏതാണ്? മോഹ് സ്കെയിൽ ആണ്. ഭൂമിയിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥമാണ് വജ്രം. രണ്ടാമത്തെ പദാർത്ഥമാണ് കൊറണ്ടം. കൊറണ്ടം രാസപരമായി എന്താണ്? അലുമിനിയം ഓക്സൈഡ് ആണ്. വജ്രത്തിന്റെ കാഠിന്യം 10 മൊഹ്സും കൊറണ്ടത്തിന്റെ കാഠിന്യം 9 മൊഹ്സുമാണ് വരുന്നത്. അടുത്ത വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്നതിനുള്ള യൂണിറ്റ് ആണ് ക്യാരറ്റ്. അപ്പോൾ ക്യാരറ്റ് എന്താണ്? വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ക്യാരറ്റ്. രത്നങ്ങളെ കുറിച്ചുള്ള പഠനമാണ് ജെമോളജി. രത്നങ്ങളെ കുറിച്ചുള്ള പഠനം എന്താണ്? ജെമോളജി ആണ്. 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രത്തെ പാരഗൺ എന്ന് പറയുന്നു. അപ്പോൾ 100 ക്യാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രത്തെ എന്താണ് പറയുന്നത്? പാരഗൺ എന്നാണ് പറയുന്നത്.
യഥാർത്ഥ വജ്രങ്ങളും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. അപ്പോൾ യഥാർത്ഥ വജ്രങ്ങളുമുണ്ട്, കൃത്രിമ വജ്രങ്ങളുമുണ്ട്. അത് തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണം ഏതാണ്? അൾട്രാ വയലറ്റ് കിരണമാണ്. കൃത്രിമ വജ്രം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോയ്സൺ ആണ് കൃത്രിമ വജ്രം കണ്ടെത്തിയത്. ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ലഭിച്ചതിൽ ഏറ്റവും വലിയ വജ്രം ഏതാണ്? കോഹിനൂർ ആണ്. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുമാണ് കോഹിനൂർ വജ്രം ലഭിക്കുന്നത്. അപ്പോൾ ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രം ഏതാണ്? കോഹിനൂർ ആണ്. അതെവിടെ നിന്നാണ് ലഭിക്കുന്നത്? തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നാണ് ലഭിക്കുന്നത്. കോഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥമാണ് പ്രകാശത്തിന്റെ പർവ്വതം. കോഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ. അപ്പോൾ കുള്ളിനനാണ് ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രം. ദക്ഷിണാഫ്രിക്കയിൽ നിന്നുമാണ് കുള്ളിനൻ വജ്രം ലഭിച്ചത്. ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകമാണ് ബോറോൺ. എന്നാൽ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ആരാണ്? നൈട്രജൻ മൂലകമാണ്. അപ്പോൾ എന്താണ്? വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകം ബോറോൺ ആണ്. വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് കാർബണിന്റെ രൂപാന്തരത്വത്തിൽ പറയുന്നത്. അപ്പൊ ഇതുവരെ പറഞ്ഞത് ഒരിക്കൽ കൂടെ പറയാം. ഒരേ രാസഗുണങ്ങളുള്ള മൂലകങ്ങൾ വ്യത്യസ്ത ഭൗതിക അവസ്ഥയിൽ കാണപ്പെടുന്നതിനാണ് രൂപാന്തരത്വം എന്ന് പറയുന്നത്. രൂപാന്തരങ്ങൾ ഉണ്ടാകുന്ന പ്രതിഭാസം അറിയപ്പെടുന്നതാണ് രൂപാന്തരത്വം. ഒരേ മൂലകത്തിന്റെ വ്യത്യസ്ത ഭൗതിക അവസ്ഥകളെയാണ് അലോട്രോപ്സ് എന്ന് പറയുന്നത്. ആദ്യം ഏതാണ്? കാർബണിന്റെ രൂപാന്തരമാണ് പറഞ്ഞത്. ഏറ്റവും കൂടുതൽ രൂപാന്തരത്വം പ്രകടിപ്പിക്കുന്ന മൂലകമാണ് കാർബൺ. കാർബൺ ആറ്റങ്ങൾക്ക് സഹസംയോജന ബന്ധനത്തിലൂടെ ചെയിനുകളും റിങ്ങുകളും ഉണ്ടാക്കുവാനുള്ള കഴിവിനെ കാറ്റിനേഷൻ എന്ന് പറയുന്നു. കാർബണിന്റെ രൂപാന്തരത്തിന് കാരണമാണ് കാറ്റിനേഷൻ. കാർബണിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. അതിൽ ആദ്യത്തേത് ഏതാണ്? വജ്രമാണ്. കാർബണിന്റെ ഏറ്റവും കാഠിന്യമുള്ള രൂപാന്തരമാണ് വജ്രം. ഗ്ലാസ് മുറിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? വജ്രമാണ്. വജ്രത്തിൽ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 എണ്ണമാണ്. വജ്രത്തിൽ കാർബൺ ആറ്റങ്ങളുടെ ഘടന വ്യാപിച്ചിരിക്കുന്നത് ത്രിമാന ശൃംഖല രൂപത്തിലാണ്. വജ്രത്തിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കാഠിന്യമുള്ള ഉപകരണങ്ങളുടെ മൂർച്ച കൂട്ടുവാനുള്ള ഉരകല്ലായിട്ട് ഉപയോഗിക്കുന്നു. അച്ചുകൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. വൈദ്യുത ബൾബുകൾക്ക് ആവശ്യമായ ടങ്സ്റ്റൺ ഫിലമെന്റ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്നു. വജ്രത്തിന്റെ തിളക്കത്തിന് കാരണം പൂർണ്ണാന്തര പ്രതിഫലനമാണ്. എന്നാൽ വജ്രത്തിന്റെ കാഠിന്യത്തിനും ഉയർന്ന താപചാലകതയ്ക്കും കാരണമാണ് സഹസംയോജന ബന്ധനം. വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. കാരണം എന്താണ്? വജ്രത്തിന്റെ ക്രിസ്റ്റൽ ഘടനയിൽ സ്വതന്ത്ര ഇലക്ട്രോണുകൾ ഇല്ലാത്തതിനാലാണ്. പദാർത്ഥങ്ങളുടെ കാഠിന്യം അളക്കാൻ ഉപയോഗിക്കുന്ന സ്കെയിലാണ് മോഹ് സ്കെയിൽ. ഭൂമിയിൽ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏതാണ്? വജ്രമാണ്. 2ാം സ്ഥാനത്ത് ഏതാണ്? കൊറണ്ടമാണ്. കൊറണ്ടം രാസപരമായി അലുമിനിയം ഓക്സൈഡ് ആണ്. വജ്രത്തിന്റെ കാഠിന്യം 10 മോഹ്സും കൊറണ്ടത്തിന്റെ കാഠിന്യം എത്രയാണ്? 9 മോഹ്സുമാണ്. വജ്രം, രത്നം തുടങ്ങിയവയുടെ ഭാരം രേഖപ്പെടുത്തുന്ന യൂണിറ്റ് ആണ് ക്യാരറ്റ്. രത്നങ്ങളെക്കുറിച്ചുള്ള പഠനം എന്താണ്? ജമോളജി. രത്നങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് ജമോളജി. 100 കാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രമാണ് പാരഗൺ. അപ്പോൾ 100 കാരറ്റോ അതിൽ കൂടുതലോ മൂല്യമുള്ള വജ്രം എന്താണ്? പാരഗൺ ആണ്. യഥാർത്ഥ വജ്രങ്ങളും കൃത്രിമ വജ്രങ്ങളും തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന കിരണമാണ് അൾട്രാ വയലറ്റ് കിരണം. കൃത്രിമ വജ്രം കണ്ടെത്തിയത് ആരാണ്? ഹെൻറി മോയ്സൺ ആണ്. ഇന്ത്യയിൽ നിന്നും ലഭിച്ച ഏറ്റവും വലിയ വജ്രമാണ് കോഹിനൂർ. തെലങ്കാനയിലെ ഗോൽക്കൊണ്ട ഖനിയിൽ നിന്നുമാണ് കോഹിനൂർ വജ്രം ലഭിക്കുന്നത്. കോഹിനൂർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രകാശത്തിന്റെ പർവ്വതം എന്നാണ്. ഇന്നേ വരെ ലഭിച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ വജ്രമാണ് കുള്ളിനൻ. അതെവിടെ നിന്നാണ് ലഭിക്കുന്നത്? ദക്ഷിണാഫ്രിക്കയിൽ നിന്നാണ് കുള്ളിനൻ വജ്രം ലഭിച്ചത്. ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡ്. ഡയമണ്ട്, കൽക്കരി എന്നിവ കത്തിക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. വജ്രത്തിന് നീല നിറം നൽകുന്ന മൂലകം ബോറോൺ ആണ്. എന്നാൽ വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്ന മൂലകം ഏതാണ്? നൈട്രജൻ ആണ്.
രണ്ടാമതായി ഗ്രാഫൈറ്റ്. കാർബണിന്റെ രണ്ടാമത്തെ രൂപാന്തരത്വം ഏതാണ്? ഗ്രാഫൈറ്റ്. ആദ്യം ഏത് പറഞ്ഞു? വജ്രം പറഞ്ഞു. രണ്ടാമത് ഗ്രാഫൈറ്റ്. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. എന്നാൽ ഏറ്റവും കാഠിന്യമുള്ള കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? വജ്രമാണ്. എന്നാൽ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. താപഗതികമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരം. അപ്പോൾ കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരത്വമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതുവാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഗ്രാഫൈറ്റ് എന്ന പദം ലഭിച്ചത്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതുവാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് നോക്കാം. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരത്വമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതുവാൻ കഴിയുന്നത് എന്നർത്ഥമുള്ള ഗ്രാഫീൻ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്. ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് എന്താണ്? സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത്. ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ. എന്തൊക്കെ സവിശേഷതകളാണ് ഗ്രാഫൈറ്റിനുള്ളത്? മിനുസമുള്ളതാണ്, ചാരനിറമുണ്ട്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. ഇതൊക്കെയാണ് ഗ്രാഫൈറ്റിന്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നത്. എന്തൊക്കെയാണ്? മിനുസമുള്ളതാണ്, ചാരനിറമാണ്, വൈദ്യുത ചാലകമുണ്ട്, ബാഷ്പീകരണശീലമില്ല. ഇതൊക്കെയാണ് ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരത്വമാണ് ഗ്രാഫൈറ്റ്. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം 340 pm. 340 pm ആണ് ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം വരുന്നത്. അപ്പോൾ പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം വരുന്നത് 340 pm ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ എന്തൊക്കെയാണ്? മിനുസമുള്ളതാണ്, ചാരനിറമുള്ളതാണ്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം എത്രയാണ്? 340 pm ആണ്. ഗ്രാഫൈറ്റിന്റെ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നാണ് ഗ്രാഫൈറ്റിന്റെ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രാഫൈറ്റ് പാളികളാൽ രൂപപ്പെട്ടതാണ്. അപ്പോൾ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നിട്ടാണ് ഗ്രാഫൈറ്റിന്റെ ഓരോ പാളിയും രൂപപ്പെട്ടിരിക്കുന്നത്. ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 4 ആണ്. വജ്രത്തിൽ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 4 ആണ്. എന്നാൽ ഗ്രാഫൈറ്റിൽ അത് 3 ആണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വം കളിമണ്ണ് ചേർന്ന മിശ്രിതമാണ്. ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഗ്രാഫൈറ്റിന്റെ ഓരോ പാളിയും രൂപപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്? കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നാണ്. ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റിലെ ഓരോ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. എന്നാൽ വൈദ്യുതി കടത്തിവിടാത്ത രൂപാന്തരം ഏതാണ്? വജ്രമാണ്. വജ്രം വൈദ്യുതി കടത്തിവിടുന്നില്ല. എന്നാൽ വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങളെയാണ് വാൻഡർ വാൾസ് ബലം. അപ്പോൾ വാൻഡർ വാൾസ് ബലം എന്താണ്? ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങളെയാണ് വാൻഡർ വാൾസ് ബലം എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നതിന് കാരണം എന്താണ്? ദുർബലമായ വാൻഡർ വാൾസ് ബലം കൊണ്ടാണ് ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നി മാറാൻ കഴിയുന്നത്. എന്തുകൊണ്ടാണ്? ദുർബലമായ വാൻഡർ വാൾസ് ബലം കൊണ്ടാണ്.
ഗ്രാഫൈറ്റ് വൈദ്യുത ചാലമാകാൻ കാരണമാണ് സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യം. സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ് ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകമാകാൻ കാരണം. അപ്പൊ ഇത്രയും പോയിന്റ് നോക്കാം. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലങ്ങളെയാണ് വാൻഡർവാൾസ് ബലം എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നിമാറാൻ കഴിയുന്നതിന് കാരണമാണ് ദുർബലമായ വാൻഡർവാൾസ് ബലം. ഗ്രാഫൈറ്റ് സ്വതന്ത്ര ചാലകമാകാൻ കാരണം എന്താണ്? സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഗ്രാഫൈറ്റ് എന്തൊക്കെ സ്വഭാവങ്ങളാണ് പ്രകടിപ്പിക്കുന്നത്? ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി അല്ലെങ്കിൽ ലൂബ്രിക്കന്റായി ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. എണ്ണ സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഉയർന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ ഖരരൂപത്തിലുള്ള സ്നേഹകമായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നതിനുള്ള കാരണം എന്താണ്? ഗ്രാഫൈറ്റ് പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിവുള്ളതിനാൽ. അപ്പോൾ ഗ്രാഫൈറ്റ് പാളികൾക്ക് തെന്നിമാറാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് എണ്ണ സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഉയർന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ ഖരരൂപത്തിലുള്ള സ്നേഹകമായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇവിടെ ഈ പോയിന്റുകൾ ഓർക്കുക. ഗ്രാഫൈറ്റ് പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിവുണ്ട്. അതുകൊണ്ട് എണ്ണ സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഉയർന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ ഖരരൂപത്തിലുള്ള സ്നേഹകമായിട്ടാണ് ഗ്രാഫൈറ്റിനെ ഉപയോഗിക്കുന്നത്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകളിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരത്വം ഗ്രാഫൈറ്റ് ആണ്. അപ്പോൾ ഡ്രൈ സെല്ലിൽ ഇലക്ട്രോഡുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ഇത്രയും പോയിന്റുകളാണ് ഗ്രാഫൈറ്റിനെ കുറിച്ച് പറയുന്നത്. ഒരിക്കൽ കൂടെ പറയാം. കാർബണിന്റെ ഏറ്റവും മൃദുവായ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. താപഗതികമായി കാർബണിന്റെ ഏറ്റവും സ്ഥിരതയുള്ള ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് എന്ന പേര് ലഭിച്ചത് എഴുതുവാൻ കഴിയുന്നത് എന്നർത്ഥം വരുന്ന ഗ്രഫീൻ എന്ന ലാറ്റിൻ വാക്കിൽ നിന്നാണ്. ഗ്രാഫൈറ്റിന് വൈദ്യുത ചാലകത നൽകുന്നത് സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെടാത്ത ഇലക്ട്രോണുകളുടെ സാന്നിധ്യം അല്ലെങ്കിൽ സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ഗ്രാഫൈറ്റിന്റെ സവിശേഷത എന്തൊക്കെയാണ്? മിനുസമുള്ളതാണ്, ചാരനിറമുള്ളതാണ്, വൈദ്യുത ചാലകമാണ്, ബാഷ്പീകരണശീലമില്ല. ഇതൊക്കെയാണ് ഗ്രാഫൈറ്റിന്റെ സവിശേഷതകൾ. പാളികളായി കാണപ്പെടുന്ന കാർബണിന്റെ ക്രിസ്റ്റലീയ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. പാളികളായിട്ടാണ് ഗ്രാഫൈറ്റ് കാണപ്പെടുന്നത്. ഗ്രാഫൈറ്റ് പാളികൾ തമ്മിലുള്ള അകലം എത്രയാണ്? 340 pm ആണ്. ഗ്രാഫൈറ്റിന്റെ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത് കാർബൺ ആറ്റങ്ങളുടെ ഒരേ തരത്തിലുള്ള ഷഡ്ഭുജ വലയങ്ങൾ ചേർന്നാണ് ഗ്രാഫൈറ്റിന്റെ ഓരോ പാളികളും രൂപപ്പെട്ടിരിക്കുന്നത്. ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഗ്രാഫൈറ്റ് പാളികളുടെ മുഴുവൻ പ്രതലത്തിലും ഇലക്ട്രോണുകൾ വികേന്ദ്രീകരിച്ചിരിക്കുന്നു. ഗ്രാഫൈറ്റിലെ ഒരേ കാർബൺ ആറ്റവും സഹസംയോജന ബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 എണ്ണമാണ്. പെൻസിൽ ലെഡ് നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. വൈദ്യുതി കടത്തിവിടുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഗ്രാഫൈറ്റ് പാളികൾക്കിടയിൽ കാണപ്പെടുന്ന ഭൗതിക ബലത്തെയാണ് വാൻഡർവാൾസ് ബലം എന്ന് പറയുന്നത്. ഗ്രാഫൈറ്റ് ആറ്റത്തിന്റെ പാളികൾക്ക് തെന്നിമാറാൻ കഴിയുന്നതിന് കാരണമാണ് ദുർബലമായ വാൻഡർവാൾസ് ബലം. ഗ്രാഫൈറ്റ് വൈദ്യുത ചാലകതമാകാൻ കാരണം എന്താണ്? സ്വതന്ത്ര ഇലക്ട്രോണുകളുടെ സാന്നിധ്യമാണ്. ലോഹത്തിന്റെയും അലോഹത്തിന്റെയും സ്വഭാവം പ്രകടിപ്പിക്കുന്ന കാർബണിന്റെ രൂപാന്തരത്വം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്. ന്യൂക്ലിയർ റിയാക്ടറുകളിൽ മോഡറേറ്ററായി ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. ഖരാവസ്ഥയിലുള്ള സ്നേഹകമായി ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരമാണ് ഗ്രാഫൈറ്റ്. അപ്പോൾ ഖരാവസ്ഥയിലുള്ള ഒരു സ്നേഹകമാണ് ഇത് ഗ്രാഫൈറ്റ്. എണ്ണ സ്നേഹകമായി ഉപയോഗിക്കാൻ കഴിയാത്ത ഉയർന്ന ഊഷ്മാവിൽ പ്രവർത്തിക്കുന്ന യന്ത്രങ്ങളിൽ ഖരരൂപത്തിലുള്ള സ്നേഹകമായി ഗ്രാഫൈറ്റ് ഉപയോഗിക്കുന്നതിന് കാരണം എന്താണ്? ഗ്രാഫൈറ്റ് പാളികൾക്ക് പരസ്പരം തെന്നിമാറാൻ കഴിവ് ഉള്ളതുകൊണ്ടാണ്. ഡ്രൈ സെല്ലിലെ ഇലക്ട്രോഡുകൾ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? ഗ്രാഫൈറ്റ് ആണ്.
അടുത്തതായി കാർബണിന്റെ മൂന്നാമത്തെ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ. പരൽ ആകൃതി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ലാത്ത കാർബൺ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ. അപ്പോൾ പരൽ ആകൃതി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ലാത്ത കാർബൺ രൂപാന്തരം ഏതാണ്? അമോർഫസ് കാർബൺ ആണ്. അമോർഫസ് കാർബണിന്റെ ഉദാഹരണങ്ങളാണ് കോക്ക്, ചിരട്ടക്കരി, പഞ്ചസാരക്കരി, എല്ലുകരി, മരക്കരി. ഇതൊക്കെയാണ് അമോർഫസ് കാർബണിന് ഉദാഹരണമായി വരുന്നത്. അപ്പോൾ പരൽ ആകൃതി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ലാത്ത കാർബൺ രൂപാന്തരമാണ് അമോർഫസ് കാർബൺ. അമോർഫസ് കാർബണിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയായിരുന്നു? കോക്ക്, ചിരട്ടക്കരി, പഞ്ചസാരക്കരി, എല്ലുകരി, മരക്കരി. വാതകങ്ങൾ വലിച്ചെടുക്കുവാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരമാണ് കരി അല്ലെങ്കിൽ മരക്കരി. വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരം ഏതാണ്? കരിയാണ്. വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാകുന്നതാണ് മരക്കരി അല്ലെങ്കിൽ വുഡ് ചാർക്കോൾ. അപ്പോൾ മരക്കരി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാകുന്നതാണ് മരക്കരി. എന്നാൽ വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരമാണ് കരി എന്ന് പറയുന്നത്. വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാകുന്നതാണ് മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് മരക്കരി. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. അപ്പോൾ ചാർക്കോൾ ആണ് പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ആണ് ചാർക്കോൾ. അപ്പൊ ഇത്രയും പോയിന്റ് ഓർക്കുക. വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബൺ രൂപാന്തരം ഏതാണ്? കരിയാണ്. വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാകുന്നതാണ് മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? മരക്കരിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്നും ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? ചാർക്കോൾ ആണ്. പരിമിതമായ വായുവിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബണുകളെ കത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് കാർബൺ ബ്ലോക്ക്. അപ്പോൾ കാർബൺ ബ്ലോക്ക് എന്താണ്? പരിമിതമായ വായുവിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബണുകളെ കത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് കാർബൺ ബ്ലോക്ക്. മരമോ കൽക്കരിയോ ഉയർന്ന താപനിലയിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ചാർക്കോളും കോക്കും. ചാർക്കോളും കോക്കും എങ്ങനെയാണ് ലഭിക്കുന്നത്? മരമോ കൽക്കരിയോ ഉയർന്ന താപനിലയിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ചാർക്കോളും കോക്കും. കൊഴുപ്പിന്റെ അംശം നീക്കിയ എല്ല് വായുവിന്റെ സാന്നിധ്യമില്ലാതെ ചൂടാക്കി ഉണ്ടാക്കുന്നതാണ് അനിമൽ ചാർക്കോൾ അഥവാ എല്ലുകരി. അപ്പോൾ അനിമൽ ചാർക്കോൾ അഥവാ എല്ലുകരി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? കൊഴുപ്പിന്റെ അംശം നീക്കിയ എല്ല് വായുവിന്റെ സാന്നിധ്യമില്ലാതെ ചൂടാക്കി ഉണ്ടാകുന്നതാണ് അനിമൽ ചാർക്കോൾ അഥവാ എല്ലുകരി. കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബൺ ഏതാണ്? കോക്കാണ്. കോക്ക് എങ്ങനെയാണ് ലഭിക്കുന്നത്? കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബൺ ഏതാണ്? കോക്കാണ്. കോക്ക് നല്ലൊരു ഇന്ധനമായും ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരോക്സീകാരിയായും ഉപയോഗിക്കുന്നു. അപ്പോൾ കോക്ക് നല്ലൊരു ഇന്ധനമായിട്ടും ഉപയോഗിക്കുന്നു, അതുപോലെ തന്നെ ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഒരു നിരോക്സീകാരിയായിട്ടും ഉപയോഗിക്കുന്നു. വായുവിൽ ടാർ, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്കുകരി. വിളക്കുകരി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വായുവിൽ ടാർ, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്കുകരി. പെയിന്റ്, ഷൂ പോളിഷിംഗ്, അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിൽ ഫില്ലറായി ഉപയോഗിക്കുന്ന കാർബൺ ആണ് വിളക്കുകരി. വിളക്കുകരി എങ്ങനെയാണ് ഉണ്ടാകുന്നത്? വായുവിൽ ടാർ, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്കുകരി. ഇതെവിടെയാണ് ഉപയോഗിക്കുന്നത്? പെയിന്റ്, ഷൂ പോളിഷ്, അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബർ ഫില്ലറായും ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? വിളക്കുകരിയാണ്. ചൂടാക്കിയ ഗാഢ സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് പഞ്ചസാരയെ നിർജ്ജലീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് പഞ്ചസാരക്കരി. അപ്പോൾ പഞ്ചസാരക്കരി എങ്ങനെയാണ് ലഭിക്കുന്നത്? ചൂടാക്കിയ ഗാഢ സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് പഞ്ചസാരയെ നിർജ്ജലീകരിക്കുമ്പോൾ ലഭിക്കുന്നതാണ് പഞ്ചസാരക്കരി. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് അമോർഫസ് കാർബണിൽ പറയുന്നത്. പരൽ ആകൃതി അല്ലെങ്കിൽ ക്രിസ്റ്റൽ ഷേപ്പ് ഇല്ലാത്ത കാർബൺ രൂപാന്തരം ഏതാണ്? അമോർഫസ് കാർബൺ ആണ്. അമോർഫസ് കാർബണിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? കോക്ക്, ചിരട്ടക്കരി, പഞ്ചസാരക്കരി, എല്ലുകരി, മരക്കരി.
വാതകങ്ങൾ വലിച്ചെടുക്കാൻ കഴിവുള്ള കാർബണിന്റെ രൂപാന്തരമാണ് കരി അല്ലെങ്കിൽ മരക്കരി. വായുവിന്റെ സാന്നിധ്യമില്ലാതെ തടി ചൂടാക്കി ഉണ്ടാകുന്നതാണ് മരക്കരി. ഗൺ പൗഡർ നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ഏതാണ്? മരക്കരിയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളിൽ നിന്ന് ദുർഗന്ധമുള്ള വാതകങ്ങൾ നീക്കം ചെയ്യാൻ ഉപയോഗിക്കുന്ന കാർബൺ രൂപാന്തരം ചാർക്കോൾ ആണ്. പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ഏതാണ്? ചാർക്കോൾ ആണ്. പരിമിതമായ വായുവിന്റെ സാന്നിധ്യത്തിൽ ഹൈഡ്രോ കാർബണുകളെ കത്തിക്കുമ്പോൾ ലഭിക്കുന്നതാണ് കാർബൺ ബ്ലോക്ക്. മരമോ കൽക്കരിയോ ഉയർന്ന താപനിലയിൽ വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ചാർക്കോളും കോക്കും. കൊഴുപ്പിന്റെ അംശം നീക്കിയ എല്ല് വായുവിന്റെ സാന്നിധ്യമില്ലാതെ ചൂടാക്കി കിട്ടുന്നതാണ് അനിമൽ ചാർക്കോൾ അഥവാ എല്ലുകരി. കൽക്കരിയെ വായുവിന്റെ സാന്നിധ്യമില്ലാതെ ശക്തമായി ചൂടാക്കുമ്പോൾ കിട്ടുന്ന അമോർഫസ് കാർബൺ ഏതാണ്? കോക്കാണ്. കോക്ക് നല്ലൊരു ഇന്ധനമായും ലോഹ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ നിരോക്സീകാരിയായും ഉപയോഗിക്കുന്നു. വായുവിൽ ടാർ, എണ്ണ തുടങ്ങിയവ കത്തി ഉണ്ടാകുന്നതാണ് വിളക്കുകരി. പെയിന്റ്, ഷൂ പോളിഷ്, അച്ചടി മഷി എന്നിവയുടെ നിർമ്മാണത്തിനും ചെരുപ്പ്, ടയർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന റബ്ബറിൽ ഫില്ലറായി ഉപയോഗിക്കുന്ന കാർബൺ ആണ് വിളക്കുകരി. ചൂടാക്കിയ ഗാഢ സൾഫ്യൂരിക് ആസിഡ് കൊണ്ട് പഞ്ചസാരയെ നിർജ്ജലീകരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്താണ്? പഞ്ചസാര കരിയാണ്. അടുത്തതായി കാർബണിന്റെ നാലാമത്തെ രൂപാന്തരമാണ് ഫുള്ളറിൻ. ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് ബക്കീബോൾസ്. അപ്പോൾ ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബക്കീബോൾസ് എന്നാണ്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ. അപ്പോൾ പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ. HW ക്രോട്ടോ, റിച്ചാർഡ് ഇ സ്മാലി, RF കേൾ എന്നിവർക്ക് ഫുള്ളറിൻ കണ്ടെത്തിയതിന് 1996 നൊബേൽ സമ്മാനം ലഭിച്ചു. അപ്പൊ ആരൊക്കെയാണ് ഫുള്ളറിൻ കണ്ടെത്തിയത്? HW ക്രോട്ടോ, റിച്ചാർഡ് ഇ സ്മാലി, RF കേൾ ഇവരൊക്കെയാണ് ഫുള്ളറിൻ കണ്ടെത്തിയത്. അതിന് 1996 നൊബേൽ സമ്മാനം ലഭിച്ചു. ഹീലിയം, ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റ് ചൂടാക്കി നിർമ്മിക്കുന്നതാണ് ഫുള്ളറിൻ. അപ്പോൾ ഹീലിയം, ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റ് ചൂടാക്കി നിർമ്മിക്കുന്നതാണ് ഫുള്ളറിൻ. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ എന്താണ്? ബക്കി ട്യൂബ്സ് ആണ്. എന്നാൽ ഗോളാകൃതിയിലുള്ള ഫുള്ളറിൻ എന്താണ്? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. അപ്പൊ അത് ഓർത്തു വെക്കുക. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ബക്കി ട്യൂബ്സ് എന്നും ഗോളാകൃതിയിലുള്ള ഫുള്ളറിൻ ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ എന്നാണ് അറിയപ്പെടുന്നത്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഫുള്ളറിൻ ബക്കി ട്യൂബ്സ് ആണ് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫുള്ളറിൻ എങ്ങനെയാണ് നിർമ്മിക്കുന്നത്? ഹീലിയം, ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റ് ചൂടാക്കിയാണ് ഫുള്ളറിൻ നിർമ്മിക്കുന്നത്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്. ഇത് കാർബൺ നാനോ ട്യൂബുകളായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്? ഫുള്ളറിൻ ബക്കി ട്യൂബ്സ് ആണ്. ഗോളാകൃതിയിലുള്ള ഫുള്ളറിനാണ് എന്ത്? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഫുള്ളറിനെ കുറിച്ച് പറയുന്നത്. ഫുള്ളറിൻ അറിയപ്പെടുന്ന മറ്റൊരു പേരെന്താണ്? ബക്കി ബോൾസ് എന്നാണ്. പഞ്ചഭുജ ആകൃതിയും ഷഡ്ഭുജ ആകൃതിയുമുള്ള വലയങ്ങൾ ചേർന്ന് പൊള്ളയായ ഗോളീയ രൂപമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ. ഫുള്ളറിൻ കണ്ടെത്തിയത് ആരൊക്കെയാണ്? HW ക്രോട്ടോ, റിച്ചാർഡ് ഇ സ്മാലി, RF കേൾ. അപ്പോൾ ഇവർക്ക് ഫുള്ളറിൻ കണ്ടെത്തിയതിന് 1996 നൊബേൽ സമ്മാനം ലഭിച്ചു. ഹീലിയം, ആർഗൺ പോലുള്ള വാതകങ്ങളുടെ സാന്നിധ്യത്തിൽ ഗ്രാഫൈറ്റ് ചൂടാക്കിയാണ് ഫുള്ളറിൻ നിർമ്മിക്കുന്നത്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിനാണ് ബക്കി ട്യൂബ്സ്. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ഏതാണ്? ബക്കി ട്യൂബ്സ് ആണ്. കാർബൺ നാനോ ട്യൂബുകളായി ഉപയോഗിക്കുന്നത് ഏതാണ്? ഈ ഫുള്ളറിൻ ബക്കി ട്യൂബ്സ് ആണ്. ഗോളാകൃതിയിലുള്ള ഫുള്ളറിനാണ് ബക്ക് മിനിസ്റ്റർ ഫുള്ളറിൻ. അപ്പൊ ഇത് രണ്ടും മാറിപ്പോകാതെ പഠിക്കുക. സിലിണ്ടർ ആകൃതിയിലുള്ള ഫുള്ളറിൻ ബക്കി ട്യൂബ്സും ഗോളാകൃതിയിലുള്ള ഫുള്ളറിൻ ഏതാണ്? ബക്ക് മിനിസ്റ്റർ ഫുള്ളറിനുമാണ്. അടുത്തതായി കാർബണിന്റെ ഏറ്റവും അവസാനത്തേതും അഞ്ചാമത്തേതുമായ രൂപാന്തരമാണ് ഗ്രാഫീൻ. കാർബണിന്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരമാണ് ഗ്രാഫീൻ. കാർബണിന്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ ആണ്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീൻ. അപ്പോൾ ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് എന്ത്? ഗ്രാഫീൻ.
ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ. അപ്പോൾ ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം എത്ര മടങ്ങാണ്? 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ ആണ്. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് എവിടെയാണ്? കേരളത്തിലാണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളത്തിലാണ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഗ്രാഫീൻ ആണ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് എന്താണ്? ഗ്രാഫീൻ ആണ്. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് ഗ്രാഫീനെ കുറിച്ച് പറയുന്നത്. കാർബണിന്റെ ഏറ്റവും പുതുതായി കണ്ടുപിടിക്കപ്പെട്ട രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ ആണ്. ദ്വിമാന ഷഡ്ഭുജ ആകൃതിയിലുള്ള കാർബൺ വലയങ്ങൾ ചേർന്ന പാളിയാണ് ഗ്രാഫീൻ. ഗ്രാഫൈറ്റിന്റെ ഒരു പാളിക്ക് സമാനമാണ് ഒരു ഗ്രാഫീൻ. സ്റ്റീലിനേക്കാൾ ഏകദേശം 200 മടങ്ങ് ബലമുള്ള കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. താപത്തിന്റെയും വൈദ്യുതിയുടെയും ചാലകമായ കാർബണിന്റെ രൂപാന്തരമാണ് ഗ്രാഫീൻ. നാനോ ടെക്നോളജി രംഗത്ത് ഉപയോഗിക്കുന്ന കാർബണിന്റെ രൂപാന്തരം ഏതാണ്? ഗ്രാഫീൻ ആണ്. ഇന്ത്യയിലെ ആദ്യ ഗ്രാഫീൻ ഇന്നൊവേഷൻ സെന്റർ നിലവിൽ വരുന്നത് കേരളത്തിലാണ്. ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ മുതലായ കാർബൺ രൂപാന്തരങ്ങളുടെ അടിസ്ഥാന യൂണിറ്റ് ഏതാണ്? ഗ്രാഫീൻ ആണ്. അടുത്തതായി ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങൾ നോക്കാം. കാർബണിന്റെ രൂപാന്തരങ്ങളാണ് നമ്മൾ നോക്കിയത്. ഏതൊക്കെയാണ്? വജ്രം, ഗ്രാഫൈറ്റ്, ഫുള്ളറിൻ, ഗ്രാഫീൻ, അമോർഫസ് കാർബൺ. ഇതൊക്കെയാണ് കാർബണിന്റെ രൂപാന്തരത്വത്തിൽ പറഞ്ഞത്. ഇനി ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങൾ നോക്കാം. ഫോസ്ഫറസിന്റെ വിവിധ രൂപാന്തരങ്ങളാണ് വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസിന്റെ വിവിധ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. അപ്പൊ ഇത് ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഒന്നാമതായി വെളുത്ത ഫോസ്ഫറസ്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ്. അപ്പോൾ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ജലത്തിൽ ലയിക്കില്ല. അതുകൊണ്ട് തന്നെ ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. വെളുത്ത ഫോസ്ഫറസ് വിഷകരവും ജലത്തിൽ ലയിക്കാത്തതും എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ലയിക്കുന്നതുമാണ്. അപ്പോൾ അവിടുത്തെ പോയിന്റ് എന്താണ്? വെളുത്ത ഫോസ്ഫറസ് ജലത്തിൽ ലയിക്കില്ല എന്ന് പറഞ്ഞു. എന്നാൽ ഏതിലാണ് ലയിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിലാണ് ലയിക്കുന്നത്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരമാണ് വെളുത്ത ഫോസ്ഫറസ്. അപ്പോൾ ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത മെഴുക് പോലെയുള്ള ഒരു അർദ്ധധാര്യ ഖരമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് അസ്ഥിരവും സാധാരണ സാഹചര്യങ്ങളിൽ മറ്റ് ഖര ഫോസ്ഫറസിനേക്കാൾ കൂടിയ ക്രിയാശീല ഉള്ളതുമാണ്. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് വെളുത്ത ഫോസ്ഫറസിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ്? ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് ജലത്തിൽ ലയിക്കില്ല. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. വെളുത്ത ഫോസ്ഫറസ് വിഷകരവും ജലത്തിൽ ലയിക്കാത്തതും എന്നാൽ കാർബൺ ഡൈ ഓക്സൈഡിൽ ലയിക്കുന്നതുമാണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത മെഴുക് പോലെയുള്ള ഒരു അർദ്ധധാര്യ ഖരമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് അസ്ഥിരവും സാധാരണ സാഹചര്യങ്ങളിൽ മറ്റ് ഖര ഫോസ്ഫറസിനേക്കാൾ കൂടിയ ക്രിയാശീല ഉള്ളതുമാണ്. രണ്ടാമത്തേത് ചുവന്ന ഫോസ്ഫറസ്. എന്താണെന്ന് നോക്കാം. വെളുത്ത ഫോസ്ഫറസ് 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പാണ് ചുവന്ന ഫോസ്ഫറസ്. അപ്പോൾ എങ്ങനെയാണ് ചുവന്ന ഫോസ്ഫറസ് ലഭിക്കുന്നത്? വെളുത്ത ഫോസ്ഫറസിനെ 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്.
തീപ്പെട്ടി കവറിന്റെ വശങ്ങളിൽ പൂശുന്നതിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. വെള്ള ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ചുവന്ന ഫോസ്ഫറസ്. അപ്പൊ അവിടെ ആ പോയിന്റുകളൊക്കെ ഓർക്കുക. വെളുത്ത ഫോസ്ഫറസ് 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. വെള്ള ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ഗന്ധമില്ലാത്തതും വിഷകരമല്ലാത്തതും ജലത്തിലോ കാർബൺ ഡൈ ഓക്സൈഡിലോ ലയിക്കാത്തതുമാണ്. അപ്പോൾ വെളുത്ത ഫോസ്ഫറസ് ഏതിലാണ് ലയിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിൽ ലയിക്കുന്നു, എന്നാൽ ജലത്തിൽ ലയിക്കുന്നില്ല. ചുവന്ന ഫോസ്ഫറസ് ജലത്തിലും കാർബൺ ഡൈ ഓക്സൈഡിലും ലയിക്കുന്നില്ല. ചുവന്ന ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസിനേക്കാൾ ക്രിയാശീല കുറവാണ്. ഇത് ഇരുട്ടിൽ തിളങ്ങുന്നില്ല. അപ്പൊ ഈ പോയിന്റുകളൊക്കെ കമ്പയർ ചെയ്ത് പഠിക്കുക. ചുവന്ന ഫോസ്ഫറസ് എന്താണ്? വെളുത്ത ഫോസ്ഫറസിനെ 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസ് ആണ് ഇത്, ചുവന്ന ഫോസ്ഫറസ്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. വെള്ള ഫോസ്ഫറസ് വായുവിന്റെ അസാന്നിധ്യത്തിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ചുവന്ന ഫോസ്ഫറസ്. ചുവന്ന ഫോസ്ഫറസ് ഗന്ധമില്ലാത്തതും വിഷകരമല്ലാത്തതും ജലത്തിലോ കാർബൺ ഡൈ ഓക്സൈഡിലോ ലയിക്കാത്തതുമാണ്. ചുവന്ന ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസിനേക്കാൾ ക്രിയാശീലത കുറവാണ്. ഇത് ഇരുട്ടത്ത് തിളങ്ങുന്നില്ല. അപ്പോൾ ക്രിയാശീല കൂടിയത് ഏതിനാണ്? വെളുത്ത ഫോസ്ഫറസിനാണ് ക്രിയാശീലത കൂടിയത്. അതുപോലെ തന്നെ ഇരുട്ടിൽ തിളങ്ങുന്നതും ആരാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. അടുത്ത മൂന്നാമതായി കറുത്ത ഫോസ്ഫറസ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയാർന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് കറുത്ത ഫോസ്ഫറസ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയാർന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരം ഏതാണ്? കറുത്ത ഫോസ്ഫറസ് ആണ്. കറുത്ത ഫോസ്ഫറസിന്റെ രണ്ട് രൂപങ്ങളാണ്, ആൽഫ കറുത്ത ഫോസ്ഫറസും ബീറ്റ കറുത്ത ഫോസ്ഫറസും. അപ്പൊ അവിടെ അത് ഓർത്തു വെക്കുക. കറുത്ത ഫോസ്ഫറസിന്റെ രണ്ട് രൂപങ്ങൾ ഏതൊക്കെയാണ്? ആൽഫ കറുത്ത ഫോസ്ഫറസും ബീറ്റ കറുത്ത ഫോസ്ഫറസും. അതിൽ ആദ്യമായി ആൽഫ കറുത്ത ഫോസ്ഫറസിനെ കുറിച്ച് നോക്കാം. ഒരു അടച്ച ട്യൂബിൽ 803 കെൽവിനിൽ ചുവപ്പ് ഫോസ്ഫറസ് ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് ആൽഫ കറുത്ത ഫോസ്ഫറസ്. അപ്പോൾ എങ്ങനെയാണ് ലഭിക്കുന്നത്? ഒരു അടച്ച ട്യൂബിൽ 803 കെൽവിനിൽ ചുവപ്പ് ഫോസ്ഫറസിനെ ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് ആൽഫ കറുത്ത ഫോസ്ഫറസ്. ഇവ വായുവിൽ ഉത്പാദനം ചെയ്യുന്നു. ഇവ വായുവിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ 3 പോയിന്റ് ഓർക്കുക. എന്തൊക്കെയാണ്? ഒരു അടച്ച ട്യൂബിൽ 803 കെൽവിനിൽ ചുവപ്പ് ഫോസ്ഫറസിനെ ചൂടാക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ് ആൽഫ കറുത്ത ഫോസ്ഫറസ്. ഇവ വായുവിൽ ഉത്പാദനം ചെയ്യുന്നില്ല, അതുപോലെ തന്നെ വായുവിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല. അടുത്ത ബീറ്റ കറുത്ത ഫോസ്ഫറസ് എന്താണെന്ന് നോക്കാം. വെളുത്ത ഫോസ്ഫറസ് ഉയർന്ന മർദ്ദത്തിൽ 473 കെൽവിനിൽ ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് ബീറ്റ കറുത്ത ഫോസ്ഫറസ്. അപ്പോൾ ആൽഫ കറുത്ത ഫോസ്ഫറസ് എങ്ങനെയാണ് ലഭിക്കുന്നത്? ചുവന്ന ഫോസ്ഫറസിനെ ചൂടാക്കുമ്പോഴാണ് നമുക്ക് ആൽഫ കറുത്ത ഫോസ്ഫറസ് കിട്ടുന്നത്. എന്നാൽ ബീറ്റ കറുത്ത ഫോസ്ഫറസ് കിട്ടുന്നത് ഉയർന്ന മർദ്ദത്തിൽ വെളുത്ത ഫോസ്ഫറസിനെ 473 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ബീറ്റ കറുത്ത ഫോസ്ഫറസ്. ബീറ്റ കറുത്ത ഫോസ്ഫറസ് വായുവിൽ 673 കെൽവിൻ വരെയും കത്തുന്നില്ല. അപ്പൊ ഇത്രയും പോയിന്റുകളാണ് ഫോസ്ഫറസിനെ കുറിച്ച് പറയുന്നത്. എന്തൊക്കെയാണ് ഒരിക്കൽ കൂടെ പറയാം. ഫോസ്ഫറസിന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? വെളുത്ത ഫോസ്ഫറസ്, ചുവന്ന ഫോസ്ഫറസ്, കറുത്ത ഫോസ്ഫറസ്. ഒന്നാമതായി പറഞ്ഞത് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. ഇത് തമ്മിൽ 3 മാറിപ്പോകരുത്. ജലത്തിൽ സൂക്ഷിക്കുന്ന മൂലകം ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. വെളുത്ത ഫോസ്ഫറസ് ജലത്തിൽ ലയിക്കുന്നില്ല, എന്നാൽ ഏതിലാണ് ലയിക്കുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിലാണ് ലയിക്കുന്നത്. വെളുത്ത ഫോസ്ഫറസ് ചുവന്ന ഫോസ്ഫറസിനേക്കാൾ അപകടകാരിയാണ്. ഇരുട്ടത്ത് തിളങ്ങാൻ കഴിവുള്ള ഫോസ്ഫറസ് ഏതാണ്? വെളുത്ത ഫോസ്ഫറസ് ആണ്. ഫോസ്ഫറസിന്റെ വായുവിൽ കത്തുന്ന രൂപാന്തരമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത മെഴുകു പോലെയുള്ള ഒരു അർദ്ധധാര്യ ഖരമാണ് വെളുത്ത ഫോസ്ഫറസ്. വെളുത്ത ഫോസ്ഫറസ് അസ്ഥിരവുമാണ്. സാധാരണ സാഹചര്യങ്ങളിൽ മറ്റ് ഖര ഫോസ്ഫറസിനേക്കാൾ കൂടിയ ക്രിയാശീലത ഉള്ളതാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ ക്രിയാശീലത ഉള്ളത് വെളുത്ത ഫോസ്ഫറസിനാണ്. അപ്പൊ ആ പോയിന്റ് ഓർക്കുക.
രണ്ടാമത് പറഞ്ഞത് ചുവന്ന ഫോസ്ഫറസ് ആണ്. അതെങ്ങനെയാണ് നമുക്ക് ലഭിക്കുന്നത്? വെളുത്ത ഫോസ്ഫറസിനെ 573 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്ന ഫോസ്ഫറസിന്റെ അലോട്രോപ്പ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. ഇതെങ്ങനെയാണ് ചൂടാക്കുന്നത്? വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. 573 കെൽവിനിൽ ചൂടാക്കുന്നു. എങ്ങനെയാണ്? വായുവിന്റെ അസാന്നിധ്യത്തിലാണ് ചൂടാക്കുന്നത്. തീപ്പെട്ടി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഫോസ്ഫറസ് ഏതാണ്? ചുവന്ന ഫോസ്ഫറസ് ആണ്. ചുവന്ന ഫോസ്ഫറസിന് ഗന്ധമില്ല, വിഷകരമല്ല, ജലത്തിലോ കാർബൺ ഡൈ ഓക്സൈഡിലോ ലയിക്കുന്നില്ല. ചുവന്ന ഫോസ്ഫറസ് വെളുത്ത ഫോസ്ഫറസിനേക്കാൾ ക്രിയാശീലത കുറവാണ്. അതുപോലെ തന്നെ ഇരുട്ടിൽ ഇത് തിളങ്ങുന്നില്ല. മൂന്നാമത് പറഞ്ഞതാണ് കറുത്ത ഫോസ്ഫറസ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയാർന്ന ഫോസ്ഫറസിന്റെ രൂപാന്തരമാണ് കറുത്ത ഫോസ്ഫറസ്. കറുത്ത ഫോസ്ഫറസിന്റെ രണ്ട് രൂപങ്ങളാണ് ആൽഫ കറുത്ത ഫോസ്ഫറസും ബീറ്റ കറുത്ത ഫോസ്ഫറസും. ഇതിൽ ആൽഫ കറുത്ത ഫോസ്ഫറസ് എന്താണ്? ഒരു അടച്ച ട്യൂബിൽ 803 കെൽവിനിൽ ചുവന്ന ഫോസ്ഫറസ് ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് ആൽഫ കറുത്ത ഫോസ്ഫറസ്. ഇവ വായുവിൽ ഉത്പാദനം ചെയ്യുന്നു. ഇവ വായുവിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല. അപ്പൊ ഈ പോയിന്റ് ഓർക്കുക. നേരത്തെ ഞാൻ വായുവിൽ ഉത്പാദനം ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞത്, അത് മാറിപ്പോയതാണ്. ഇവ വായുവിൽ ഉത്പാദനം ചെയ്യുന്നു. ഇവ വായുവിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല. അപ്പോൾ ആൽഫ കറുത്ത ഫോസ്ഫറസ് എന്താണ്? ഒരു അടച്ച ട്യൂബിൽ 803 കെൽവിനിൽ ചുവപ്പ് ഫോസ്ഫറസ് ചൂടാക്കിയാൽ ലഭിക്കുന്നതാണ് എന്ത്? ആൽഫ കറുത്ത ഫോസ്ഫറസ്. ഇവ വായുവിൽ ഉത്പാദനം ചെയ്യുന്നു. ഇവ വായുവിൽ ഓക്സീകരിക്കപ്പെടുന്നില്ല. അടുത്തത് ബീറ്റ കറുത്ത ഫോസ്ഫറസ് എന്താണ്? വെളുത്ത ഫോസ്ഫറസ് ഉയർന്ന മർദ്ദത്തിൽ 473 കെൽവിനിൽ ചൂടാക്കുമ്പോൾ ലഭിക്കുന്നതാണ് ബീറ്റ കറുത്ത ഫോസ്ഫറസ്. ബീറ്റ കറുത്ത ഫോസ്ഫറസ് വായുവിൽ 673 കെൽവിൻ വരെയും കത്തുന്നില്ല. അടുത്ത് മൂന്നാമതായി നോക്കുന്നത് സൾഫറിന്റെ രൂപാന്തരങ്ങൾ നോക്കാം. സൾഫറിന്റെ പ്രധാന രൂപാന്തരങ്ങളാണ് റോംബിക് സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ, മിൽക്കി സൾഫർ. ഏതൊക്കെയാണ്? റോംബിക് സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ, മിൽക്കി സൾഫർ. ഇതൊക്കെയാണ് സൾഫറിന്റെ പ്രധാന രൂപാന്തരങ്ങൾ. അതിൽ റോംബിക് സൾഫറിനെ കുറിച്ച് നോക്കാം. റോംബിക് സൾഫറിന്റെ നിറം വരുന്നത് മഞ്ഞ കളറാണ്. ദ്രവണാങ്കം 385.8 കെൽവിൻ ആണ്. ആപേക്ഷിക സാന്ദ്രത 2.06 ആണ്. അപ്പോൾ റോംബിക് സൾഫറിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. ദ്രവണാങ്കം 385.8 കെൽവിൻ ആണ്. ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 2.06 ആണ്. സൾഫറിന്റെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപാന്തരമാണ് റോംബിക് സൾഫർ. അപ്പോൾ സൾഫറിന്റെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപാന്തരം ഏതാണ്? റോംബിക് സൾഫർ ആണ്. ജലത്തിൽ ഇത് അലയമാണ്. എന്നാൽ ബെൻസീൻ, ആൽക്കഹോൾ, ഈതർ എന്നിവയിൽ ചെറിയ തോതിൽ ലയിക്കുന്നുണ്ട്. അപ്പോൾ ഈ റോംബിക് സൾഫർ ജലത്തിൽ ലയിക്കുന്നില്ല. ബെൻസീൻ, ആൽക്കഹോൾ, ഈതർ ഇവയിൽ ചെറിയ തോതിൽ റോംബിക് സൾഫർ ലയിക്കുന്നുണ്ട്. അപ്പൊ ഇത്രയും പോയിന്റ് ഓർക്കുക. റോംബിക് സൾഫറിന്റെ നിറം എന്താണ്? മഞ്ഞ നിറമാണ്. ദ്രവണാങ്കം 385.8 കെൽവിൻ ആണ്. ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 2.06 ആണ്. സൾഫറിന്റെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപാന്തരമാണ് റോംബിക് സൾഫർ. ഇത് ജലത്തിൽ അലയമാണ്. ബെൻസീൻ, ആൽക്കഹോൾ, ഈതർ എന്നിവയിൽ ചെറിയ തോതിൽ ഇത് ലയിക്കുന്നുണ്ട്. അടുത്ത രണ്ടാമത് മോണോക്ലിനിക് സൾഫർ. ദ്രവണാങ്കം 393 കെൽവിൻ ആണ് മോണോക്ലിനിക് സൾഫർ. എന്നാൽ റോംബിക് സൾഫറിന് എത്രയാണ്? 385.8 കെൽവിൻ ആണ് റോംബിക് സൾഫറിന്റെ ദ്രവണാങ്കം വരുന്നത്. മോണോക്ലിനിക്കിന് എത്രയാണ്? 393 കെൽവിൻ ആണ് വരുന്നത്. ആപേക്ഷിക സാന്ദ്രത മോണോക്ലിനിക് സൾഫറിന് എത്രയാണ്? 1.98 ആണ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയുള്ള റോംബിക് സൾഫർ 369 കെൽവിന് മുകളിൽ ചൂടാക്കിയാൽ മോണോക്ലിനിക് സൾഫറായി മാറുന്നു. അപ്പോൾ സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയുള്ള റോംബിക് സൾഫറിനെ 369 കെൽവിന് മുകളിൽ ചൂടാക്കിയാൽ എന്തായി മാറും? മോണോക്ലിനിക് സൾഫറായിട്ട് മാറും. 369 കെൽവിന് മുകളിലാണ് ഇതിന് സ്ഥിരതയുള്ളത്. താഴ്ന്ന താപനിലയിൽ ഇത് ആൽഫ സൾഫറായി മാറുന്നു. അപ്പോൾ താഴ്ന്ന താപനിലയിൽ ഇത് എന്തായിട്ട് മാറുന്നു? ആൽഫ സൾഫറായിട്ടാണ് മാറുന്നത്. 369 കെൽവിനിൽ രണ്ട് രൂപങ്ങളും സ്ഥിരതയിൽ കാണപ്പെടുന്ന ഈ താപനിലയെ സംക്രമണ താപനില എന്നാണ് പറയുന്നത്. അപ്പോൾ എന്താണ് മോണോക്ലിനിക് സൾഫറിൽ പറഞ്ഞത്? ദ്രവണാങ്കം എത്രയാണ്? 393 കെൽവിൻ ആണ്. എന്നാൽ റോംബിക് സൾഫറിന് 385.8 കെൽവിൻ ആണ്. ആപേക്ഷിക സാന്ദ്രത വരുന്നത് 1.98 ആണ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയുള്ള റോംബിക് സൾഫർ
369 കെൽവിന് മുകളിൽ ചൂടാക്കിയാൽ മോണോക്ലിനിക് സൾഫറായി മാറുന്നു. 369 കെൽവിന് മുകളിലാണ് ഇതിന് സ്ഥിരതയുള്ളത്. താഴ്ന്ന താപനിലയിൽ ഇത് ആൽഫ സൾഫറായി മാറുന്നു. 369 കെൽവിനിൽ 2 രൂപങ്ങളും സ്ഥിരതയിൽ കാണപ്പെടുന്നു. ഈ താപനിലയെ സംക്രമണ താപനില എന്നാണ് പറയുന്നത്. അപ്പൊ ഇത്രയാണ് സൾഫറിന്റെ രൂപാന്തരങ്ങളിൽ പറയുന്നത്. അപ്പോൾ സൾഫറിന്റെ പ്രധാന രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? റോംബിക് സൾഫർ, പ്ലാസ്റ്റിക് സൾഫർ, മോണോക്ലിനിക് സൾഫർ, മിൽക്കി സൾഫർ. ഇതിൽ റോംബിക് സൾഫർ എന്താണ്? നിറം മഞ്ഞ നിറമാണ്. ദ്രവണാങ്കം 385.8 കെൽവിനാണ്. ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 2.06 ആണ്. സൾഫറിന്റെ ഏറ്റവും കൂടുതൽ സ്ഥിരതയുള്ള രൂപാന്തരം ഏതാണ്? റോംബിക് സൾഫർ ആണ്. ഇത് ജലത്തിൽ അലയമാണ്. എന്നാൽ ബെൻസീൻ, ആൽക്കഹോൾ, ഈതർ എന്നിവയിൽ ചെറിയ തോതിൽ റോംബിക് സൾഫർ ലയിക്കുന്നുണ്ട്. രണ്ടാമത് പറഞ്ഞത് മോണോക്ലിനിക് സൾഫർ ആണ്. ദ്രവണാങ്കം വരുന്നത് 393 കെൽവിനാണ്. ആപേക്ഷിക സാന്ദ്രത എത്രയാണ്? 1.98 ആണ്. സാധാരണ ഊഷ്മാവിൽ സ്ഥിരതയുള്ള റോംബിക് സൾഫർ 369 കെൽവിന് മുകളിൽ ചൂടാക്കിയാൽ മോണോക്ലിനിക് സൾഫറായി മാറുന്നു. 369 കെൽവിന് മുകളിലാണ് ഇതിന് സ്ഥിരതയുള്ളത്. താഴ്ന്ന താപനിലയിൽ ഇത് ആൽഫ സൾഫറായിട്ടാണ് മാറുന്നത്. അപ്പോൾ 369 കെൽവിനിൽ 2 രൂപങ്ങളും സ്ഥിരതയിൽ കാണപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഈ താപനിലയെ സംക്രമണ താപനില എന്നാണ് പറയുന്നത്. നാലാമതായി ഓക്സിജന്റെ രൂപാന്തരങ്ങൾ നോക്കാം. ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് ഓസോൺ. O3 എന്ന് പറയുന്ന ഓസോൺ ആണ് ഓക്സിജന്റെ ഒരു രൂപാന്തരം. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം ഞാൻ മണക്കുന്നു എന്നാണ്. അപ്പോൾ ഓക്സിജന്റെ ഒരു രൂപാന്തരം എന്താണ്? ഓസോൺ ആണ്. അപ്പോൾ ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു എന്നാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം. ഓസോണിന്റെ നിറങ്ങൾ നോക്കാം. വാതക അവസ്ഥയിൽ ഇളം നീല നിറത്തിലാണ് കാണപ്പെടുന്നത്. എന്നാൽ ദ്രാവക അവസ്ഥയിൽ ഏത് നിറമാണ്? കടും നീല നിറത്തിൽ കാണപ്പെടുന്നു. ഖര അവസ്ഥയിൽ വയലറ്റ് കലർന്ന കറുത്ത നിറത്തിലാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഓസോണിന്റെ നിറങ്ങൾ ഓർത്തു വയ്ക്കുക. വാതകാവസ്ഥയിൽ ഇളം നീല നിറത്തിലും ദ്രാവക അവസ്ഥയിൽ കടും നീല നിറത്തിലും എന്നാൽ ഖര അവസ്ഥയിൽ വയലറ്റ് കലർന്ന കറുത്ത നിറത്തിലാണ് ഓസോൺ കാണപ്പെടുന്നത്. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങൾ എത്രയാണ്? 3 ആറ്റങ്ങളാണ് ഉള്ളത്. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം 3 ആണ്. ഓസോൺ തന്മാത്രയിലെ 2 ഓക്സിജൻ ബന്ധന ദൈർഘ്യം എത്രയാണ്? 128 pm ആണ്. ഓസോൺ തന്മാത്രയിലെ 2 ഓക്സിജൻ ബന്ധന ദൈർഘ്യം എന്ന് പറയുന്നത് 128 pm ആണ്. ഓസോണിന്റെ ഘടന കോണീയ തന്മാത്ര ഘടനയാണ്. ഓസോണിന്റെ ഘടന വരുന്നത് എന്താണ്? കോണീയ തന്മാത്ര ഘടനയാണ്. ഓസോണിന്റെ ബന്ധന കോൺ എത്രയാണ്? 117 ഡിഗ്രി ആണ് ഓസോണിന്റെ ബന്ധന കോൺ വരുന്നത്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളിയാണ് സ്ട്രാറ്റോസ്ഫിയർ. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബേൺ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് ഓസോൺ പാളി കണ്ടെത്തിയത്. അപ്പോൾ ഓക്സിജൻ വാതകം കണ്ടെത്തിയത് ഷോൺ ബേണും ഓസോൺ പാളി കണ്ടെത്തിയത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബൺ അല്ലെങ്കിൽ CFC. ഇത് രണ്ടുമാണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണും. ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബൺ ആണ് ഓസോൺ പാളിയെ നശിപ്പിക്കുന്നത്. CFC അഥവാ ക്ലോറോ ഫ്ലൂറോ കാർബണിലെ ഘടക മൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ഫ്ലൂറിൻ, ക്ലോറിൻ. ഇതൊക്കെയാണ് CFCയിലെ ഘടക മൂലകങ്ങൾ. ഏതൊക്കെയാണ്? കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ. അപ്പോൾ ഓസോണിന്റെ ബന്ധനകോൺ എത്രയാണ്? 117 ഡിഗ്രി ആണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ വാതകം കണ്ടെത്തിയത് ഷോൺ ബേൺ ആണ്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തുന്നത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളാണ് കാർബൺ മോണോക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണും. CFCയിലെ ഘടക മൂലകങ്ങൾ കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ ആണ്. CFC കണ്ടെത്തിയത് ആരാണ്? തോമസ് മിഡ്ഗ്ലെ ആണ് CFC കണ്ടെത്തിയത് ആരാണ്? തോമസ് മിഡ്ഗ്ലെ ആണ്. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ ഘടകം ഏതാണ്? ക്ലോറിൻ ആണ്. അപ്പോൾ ഏതൊക്കെ ഘടകങ്ങളാണ് അതിലുള്ളത്? ഘടകമൂലകങ്ങൾ കാർബൺ ഉണ്ട്,
ക്ലോറിൻ ഉണ്ട്, ഫ്ലൂറിൻ ഉണ്ട്. ഇതിൽ ഏറ്റവും കൂടുതൽ ഹാനികരമുള്ളത് ക്ലോറിൻ ആണ്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. അപ്പോൾ അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്രകളായി മാറുന്നു. അപ്പൊ അവിടെ ഓർത്തു വെക്കുക, അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്രയായി മാറുന്നു. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത്തരം വികിരണങ്ങൾ ഭൂമിയിൽ എത്തുന്നില്ല. അപ്പൊ ഈ 3 പോയിന്റ് ഓർക്കുക. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്രയായി മാറുന്നു. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത്തരം വികിരണങ്ങൾ ഭൂമിയിൽ എത്തുന്നില്ല. എന്നാൽ അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ച് ഉണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. എന്താണ്? അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ എവിടെ എത്തുന്നു? സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ചുകൊണ്ട് ഉണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തിൽ കുറവുണ്ടാക്കുന്നു. തുടർന്ന് അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലെത്തുകയും ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. ഈ ഒരു പ്രവർത്തനമാണ് നടക്കുന്നത്. അപ്പൊ ഇത്രയും പോയിന്റ് ഒരിക്കൽ കൂടെ നോക്കാം. നമ്മൾ പറഞ്ഞത് ഓക്സിജന്റെ രൂപാന്തരങ്ങളാണ്. ഓക്സിജന്റെ ഒരു രൂപാന്തരമാണ് ഏത്? ഓസോൺ. ഓസോൺ എന്ന ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം എന്താണ്? ഞാൻ മണക്കുന്നു എന്നാണ്. അന്താരാഷ്ട്ര ഓസോൺ ദിനം എന്നാണ്? സെപ്റ്റംബർ 16 അന്താരാഷ്ട്ര ഓസോൺ ദിനം വരുന്നത്. ഓക്സിജന്റെ നിറങ്ങൾ നോക്കുമ്പോൾ വാതക അവസ്ഥയിൽ ഇളം നീല നിറത്തിലും ദ്രാവക അവസ്ഥയിൽ കടും നീല നിറത്തിലും ഖരാവസ്ഥയിൽ വയലറ്റ് കലർന്ന കറുത്ത നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഒരു ഓസോൺ തന്മാത്രയിലെ ആറ്റങ്ങളുടെ എണ്ണം എത്രയാണ്? 3 ഓസോൺ തന്മാത്രയിലെ 2 ഓക്സിജൻ ബന്ധനത്തിന്റെ ദൈർഘ്യം എത്രയാണ്? 128 pm ആണ്. ഓസോണിന്റെ ഘടന എന്താണ്? കോണീയ തന്മാത്രാ ഘടനയാണ് ഓസോണിനുള്ളത്. ഓസോണിന്റെ ബന്ധനകോൺ 117 ഡിഗ്രി ആണ്. ഓസോൺ കവചം ഉൾക്കൊള്ളുന്ന അന്തരീക്ഷ പാളി ഏതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഷോൺ ബേൺ ആണ് ഓസോൺ വാതകം കണ്ടെത്തിയത്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തിയത് ആരാണ്? ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ് ഓസോൺ പാളി കണ്ടെത്തുന്നത്. അപ്പൊ അവിടെ ഓർക്കുക, ഓസോൺ വാതകം കണ്ടെത്തിയത് ആരാണ്? ഷോൺ ബേൺ ആണ്. എന്നാൽ ഓസോൺ പാളി കണ്ടെത്തുന്നത് ചാൾസ് ഫാബ്രിയും ഹെൻറി ബ്യൂസണുമാണ്. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ മോണോക്സൈഡും ക്ലോറോ ഫ്ലൂറോ കാർബണും. ഇതിൽ CFCയിലെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? കാർബൺ, ക്ലോറിൻ, ഫ്ലൂറിൻ ആണ്. CFC കണ്ടെത്തിയത് തോമസ് മിഡ്ഗ്ലെ ആണ്. ഓസോൺ പാളിക്ക് ഹാനികരമാകുന്ന CFCയിലെ ഘടകം ഏതാണ്? ക്ലോറിൻ ആണ്. അന്തരീക്ഷ ഓക്സിജൻ ഊർജം കൂടിയ അൾട്രാവയലറ്റ് വികിരണങ്ങളെ ആഗിരണം ചെയ്ത് വിഘടിക്കുന്നു. ഇങ്ങനെ ഉണ്ടാകുന്ന ഓക്സിജൻ ആറ്റങ്ങൾ സംയോജിച്ച് ഓസോൺ തന്മാത്രകളായി മാറുന്നു. ഈ പ്രവർത്തനത്തിൽ ഊർജത്തിനായി സൂര്യനിൽ നിന്ന് വരുന്ന അൾട്രാവയലറ്റ് വികിരണമാണ് ഉപയോഗിക്കുന്നത്. അതിനാൽ ഇത്തരം വികിരണങ്ങൾ ഭൂമിയിൽ എത്തുന്നില്ല. എന്നാൽ അന്തരീക്ഷത്തിലെത്തുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ സ്ട്രാറ്റോസ്ഫിയറിലെത്തി സ്വയം വിഘടിച്ച് ഉണ്ടാകുന്ന ക്ലോറിൻ ഓസോൺ തന്മാത്രയെ വിഘടിപ്പിച്ച് ഓക്സിജനാക്കി മാറ്റുന്നു. അന്തരീക്ഷത്തിലെ ഓസോണിനുണ്ടാകുന്ന ശോഷണം അൾട്രാവയലറ്റ് വികിരണങ്ങളുടെ ആഗിരണത്തിൽ കുറവുണ്ടാക്കുന്നു. തുടർന്ന് അൾട്രാവയലറ്റ് വികിരണങ്ങൾ ഭൂമിയിലെത്തുകയും ഇത് ജീവന് ഭീഷണിയാവുകയും ചെയ്യുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഓക്സിജന്റെ രൂപാന്തരത്തിൽ പറഞ്ഞത്. അടുത്ത ഏറ്റവും അവസാനമായി ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ നോക്കാം. പ്രധാനമായി ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജൻ, ഇത് രണ്ടുമാണ് ഹൈഡ്രജന്റെ പ്രധാന രൂപാന്തരങ്ങൾ. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത് ഹെയ്സൻബർഗ് ആണ് ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടുപിടിച്ചത്. അപ്പോൾ ഇത്രയും പോയിന്റ് ആണ് ഹൈഡ്രജനെ കുറിച്ച് പറയുന്നത്. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ ഏതൊക്കെയാണ്? ഓർത്തോ ഹൈഡ്രജനും പാരാഹൈഡ്രജനുമാണ്. ഹൈഡ്രജന്റെ രൂപാന്തരങ്ങൾ കണ്ടെത്തിയത് ഹെയ്സൻബർഗ് ആണ്. ഇപ്പോൾ കെമിസ്ട്രിയിൽ നിന്ന് നമ്മൾ നോക്കിയത് ഏതൊക്കെയാണ്? തന്മാത്ര എന്ന ഭാഗവും അതുപോലെ തന്നെ രൂപാന്തരത്വം എന്ന ഭാഗവുമാണ്. അപ്പൊ ഈ 2 ഭാഗങ്ങളാണ് ഇന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പൊ ഇത്രയും ഭാഗങ്ങൾ നന്നായിട്ട് പഠിക്കുക.
അടുത്തതായി സമത്വ സമാജമാണ് പഠിക്കുന്നത്. നമുക്ക് സിലബസിലുള്ള ഒരു ഭാഗമാണ് കേരളത്തിലെ സാമൂഹിക പരിഷ്കരണം. അതിൽ നമ്മൾ ആദ്യം ഏത് പഠിച്ചു? CMI സഭയെക്കുറിച്ച് പഠിച്ചു. അതിന് പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി ആരാണ്? കുര്യാക്കോസ് ഏലിയാസ് ചാവറയച്ചനാണ്. അപ്പം ആ നവോത്ഥാന നായകനെയും പഠിച്ചു. രണ്ടാമതായി നമ്മൾ സമത്വ സമാജവും അതിന് പിന്നിൽ പ്രവർത്തിച്ച വൈകുണ്ഠ സ്വാമികളെ കുറിച്ചുമാണ് പഠിക്കുന്നത്. അപ്പം സമത്വ സമാജം നോക്കാം. സ്ഥാപകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സമത്വ സമാജം സ്ഥാപിതമായ വർഷം 1836. 1836 സമത്വ സമാജം സ്ഥാപിക്കുന്നത്. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. അപ്പോൾ സമത്വ സമാജം എന്താണ്? ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. സ്ഥാപിതമായ വർഷം ഏതാണ്? 1836. സ്ഥാപകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് സമത്വ സമാജമാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഏതിനാണ്? സമത്വ സമാജമാണ്. രൂപീകരിച്ചത് എന്നാണ്? 1836. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലമാണ് ശുചീന്ദ്രം. കന്യാകുമാരി ജില്ല, തമിഴ്നാട്ടിലെ ശുചീന്ദ്രം എന്ന സ്ഥലത്താണ് സമത്വ സമാജം സ്ഥാപിക്കപ്പെടുന്നത്. അപ്പം ഇത്രയും പോയിന്റുകൾ സമത്വ സമാജവുമായി ബന്ധപ്പെട്ട് ഓർത്തുവയ്ക്കുക. സ്ഥാപകനാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സ്ഥാപിതമായ വർഷം 1836. ജാതി ചിന്ത നിലനിന്നിരുന്ന കാലത്ത് മനുഷ്യരെല്ലാം സമന്മാരാണെന്ന ബോധം സൃഷ്ടിക്കുന്നതിനായി രൂപീകരിച്ച പ്രസ്ഥാനമായിരുന്നു സമത്വ സമാജം. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി പരിഗണിക്കപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. സമത്വ സമാജം സ്ഥാപിക്കപ്പെട്ട സ്ഥലം തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലെ ശുചീന്ദ്രത്താണ്. അടുത്തതായി വൈകുണ്ഠ സ്വാമികളെ കുറിച്ച് നോക്കാം. നമുക്ക് കേരളത്തിലെ നവോത്ഥാന നായകരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വ്യക്തി ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ അത് നോക്കാം. 1809 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൻ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് അയ്യ വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. വൈകുണ്ഠസ്വാമി ജനിക്കുന്ന വർഷം ഏതാണ്? 1809. എവിടെയാണ്? നാഗർകോവിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൽ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് അയ്യ വൈകുണ്ഠസ്വാമി ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി കരുതപ്പെടുന്നത് ആരെയാണ്? വൈകുണ്ഠ സ്വാമികളെയാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നു. അപ്പൊ ഈ 2 പോയിന്റ് ഓർത്തു വയ്ക്കുക. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. കേരള നവോത്ഥാനത്തിന് തുടക്കം കുറിച്ചത് ആരാണ്? അതും വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്ന ആദ്യകാല പേര് സവർണരുടെ എതിർപ്പിനെ തുടർന്ന് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. അപ്പൊ ആദ്യകാല പേരെന്തായിരുന്നു? മുടിചൂടും പെരുമാൾ എന്നായിരുന്നു. അത് സവർണരുടെ എതിർപ്പിനെ തുടർന്ന് എന്താക്കി മാറ്റി? മുത്തുക്കുട്ടി എന്ന പേരാക്കി മാറ്റി. അപ്പൊ ഈ 4 പോയിന്റ് ഓർക്കുക. ജനിക്കുന്നത് ഏത് വർഷമാണ്? 1809 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൻ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നു. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നതും ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. മുടിചൂടും പെരുമാൾ എന്ന ആദ്യകാലത്തെ പേര് മാറ്റി സവർണരുടെ എതിർപ്പിനെ തുടർന്ന് അതെന്താക്കി മാറ്റി? മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥമായിരുന്നു തിരുക്കുറൽ. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതായിരുന്നു? തിരുക്കുറലായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി ജന്മിമാരുടെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കലിനെതിരെ പ്രക്ഷോഭം നയിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമിയാണ്. അപ്പൊ അവിടെ ഓർത്തുവെക്കാനുള്ളത് വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച് അനീതിക്കെതിരെ പോരാടി. നമ്മൾ നേരത്തെ പറഞ്ഞു സമത്വ സമാജം സ്ഥാപിച്ച വർഷം ഏതാണ്? 1836. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് സമത്വ സമാജമാണ്. അപ്പൊ ഇത്രയും പോയിന്റ് ഓർക്കുക.
കുട്ടിക്കാലത്ത് വൈകുണ്ഠസ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതായിരുന്നു? തിരുക്കുറലായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം ഉയർത്തിയതാരാണ്? വൈകുണ്ഠസ്വാമികളാണ്. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിച്ച് അനീതികൾക്കെതിരെ പോരാടി. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി കരുതപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന ആശയം വൈകുണ്ഠ സ്വാമികളുടേതാണ്. എന്താണ്? ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് വൈകുണ്ഠ സ്വാമിയാണ്. തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ച വ്യക്തി ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ എന്തൊക്കെയാണ് പറഞ്ഞത്? തിരുവിതാംകൂർ രാജഭരണത്തെ പറഞ്ഞത് അനന്തപുരത്തെ നീചന്റെ ഭരണം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും വിശേഷിപ്പിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സ്വാതി തിരുനാൾ മഹാരാജാവ് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയത് ശിങ്കാരിത്തോപ്പ് ജയിലാണ്. ജയിൽ മോചിതനായ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. അപ്പൊ അവിടെ ഓർക്കേണ്ടത് സ്വാതി തിരുനാൾ മഹാരാജാവ് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ജയിൽ ഏതാണ്? ശിങ്കാരത്തോപ്പാണ്. ജയിൽ മോചിതനായ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. അപ്പൊ ഇവിടെ പറഞ്ഞ പോയിന്റ് എന്താണ്? ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ രാജഭരണത്തെ അനന്തപുരത്തിന്റെ നീചന്റെ ഭരണമെന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിന്റെ ഭരണത്തെ വെണ്ണീച്ച ഭരണം എന്നും പറഞ്ഞത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സ്വാതി തിരുനാൾ മഹാരാജാവ് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ജയിൽ ഏതാണ്? ശിങ്കാരിത്തോപ്പാണ്. ജയിൽ മോചിതനായ അദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടാൻ തുടങ്ങി. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് വൈകുണ്ഠ സ്വാമികളാണ്. ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നിശാ പാഠശാലകൾ സ്ഥാപിച്ച് വയോജന വിദ്യാഭ്യാസം എന്ന ആശയം ആദ്യം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. അപ്പോൾ നിശാ പാഠശാലകൾ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നിശാ പാഠശാലകൾ സ്ഥാപിക്കുന്നത്. ആരാണ്? വൈകുണ്ഠ സ്വാമികൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനും ഇദ്ദേഹമാണ്. എന്താണ് വിശേഷിപ്പിച്ചത്? വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠ സ്വാമികൾ. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൽ എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നിഴൽ താങ്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. അപ്പോൾ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന സംഘം സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പറഞ്ഞ പോയിന്റുകൾ? ദക്ഷിണേന്ത്യയിൽ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. നിശാ പാഠശാലകൾ സ്ഥാപിച്ചത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. എന്തിനു വേണ്ടിയിട്ടാണ് നിശാ പാഠശാലകൾ സ്ഥാപിക്കുന്നത്? വയോജന വിദ്യാഭ്യാസം എന്ന ആശയം നടപ്പിലാക്കുന്നതിനായിട്ടാണ് നിശാ പാഠശാലകൾ സ്ഥാപിക്കുന്നത്. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകൻ ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൽ എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. സമപന്തി ഭോജനം നടപ്പിലാക്കിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ് സമപന്തി ഭോജനം നടപ്പിലാക്കിയത്. ധർമ്മം പിന്തുടരുവാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. എന്തൊക്കെയാണ്? ധർമ്മം പിന്തുടരാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. മേൽമുണ്ട് സമരത്തിന് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? വൈകുണ്ഠ സ്വാമികളായിരുന്നു. ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിനെ വൈകുണ്ഠ സ്വാമികൾ എതിർത്തിരുന്നു. ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിനെ വൈകുണ്ഠ സ്വാമികൾ എതിർത്തിരുന്നു. അപ്പോൾ സമപന്തി ഭോജനം നടപ്പിലാക്കിയത് വൈകുണ്ഠ സ്വാമികളാണ്. ധർമ്മം പിന്തുടരുവാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. മേൽമുണ്ട് സമരത്തിന് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്.
ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിനെ വൈകുണ്ഠസ്വാമികൾ എതിർത്തിരുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. അപ്പോൾ എന്താണ് മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ? എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ എവിടെയാണ് സ്ഥാപിക്കുന്നത്? സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തത് വൈകുണ്ഠ സ്വാമികളാണ്. എന്താണ്? ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴിയുടെ ചിഹ്നം എന്താണ്? തീജ്വാല വഹിക്കുന്ന താമരയാണ്. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദജ്ജനമാണ്. തിരുച്ചെന്തൂരിലെ ദജ്ജനമാണ് അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലമായി കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തത് വൈകുണ്ഠ സ്വാമികളാണ്. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് ദജ്ജനമാണ്. 5 പേർ അടങ്ങുന്ന ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡർ ആണ്. അപ്പോൾ സീഡർ എന്താണ്? 5 പേർ അടങ്ങുന്ന ശിഷ്യഗണത്തെ അറിയപ്പെടുന്നത് സീഡർ എന്നാണ്. അയ്യ വൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ എന്നിവയാണ് അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ. അപ്പോൾ അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ ഏതൊക്കെയാണ്? അയ്യ വൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ ഇതൊക്കെയാണ് അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ. അഖിലത്തിരുട്ട്, അരുൾനൂൽ എന്നിവ ഇദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ്. വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? അഖിലത്തിരുട്ട്, അരുൾനൂൽ ഇതൊക്കെയാണ് വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ. വൈകുണ്ഠ മല കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിൽ സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ വൈകുണ്ഠ മല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിൽ സ്ഥിതി ചെയ്യുന്നു. വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ്? VSDP. വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭയാണ് VSDP. VSDP എന്താണ്? വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭയാണ് VSDP. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 15 പൊതു അവധി ആക്കുക എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ട് വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭ നടത്തിയ സമരമാണ് നിലവിളി സമരം. ഏത് വർഷമാണ്? 2014 നിലവിളി സമരം നടക്കുന്നത്. അപ്പൊ അതിന്റെ പശ്ചാത്തലം എന്താണ്? വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനം എന്നാണ്? മാർച്ച് 12 അന്ന് പൊതു അവധി ആക്കുക എന്ന ആവശ്യവുമായി വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭ അല്ലെങ്കിൽ VSDP നടത്തിയ സമരമാണ് നിലവിളി സമരം. ഏത് വർഷമാണ്? 2014. അപ്പൊ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു ജാതി ഒன்று, മതമൊன்று, ദൈവമൊன்று, കുലമൊன்று, നീതി ഒன்று. ഇത് പറഞ്ഞത് ആരാണ്? അയ്യ വൈകുണ്ഠ സ്വാമികൾ. അപ്പൊ ഇത്രയും പോയിന്റ് ആണ് വൈകുണ്ഠ സ്വാമിയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ ഇത്രയും ഒരിക്കൽ കൂടെ പറയാം. 1809 നാഗർകോവിലിനടുത്തുള്ള സ്വാമിത്തോപ്പ് എന്നറിയപ്പെടുന്ന ശാസ്താംകോയിൻ വിളയിലെ ഒരു ചാന്നാർ കുടുംബത്തിലാണ് അയ്യ വൈകുണ്ഠ സ്വാമി ജനിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പരിഷ്കർത്താവായി അറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. സമ്പൂർണ്ണ ദേവൻ എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ കേരള നവോത്ഥാനത്തിന്റെ തുടക്കക്കാരൻ എന്നറിയപ്പെടുന്നതും വൈകുണ്ഠ സ്വാമികളാണ്. ആദ്യകാല പേര് മുടിചൂടും പെരുവാൾ എന്നായിരുന്നു. എന്നാൽ സവർണരുടെ എതിർപ്പിനെ തുടർന്ന് അത് മുത്തുക്കുട്ടി എന്നാക്കി മാറ്റി. കുട്ടിക്കാലത്ത് വൈകുണ്ഠ സ്വാമികളെ സ്വാധീനിച്ച ഗ്രന്ഥം ഏതായിരുന്നു? തിരുക്കുറലായിരുന്നു. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന മുദ്രാവാക്യം മുഴക്കി ജന്മിമാരുടെ നിർബന്ധിത വേല ചെയ്യിപ്പിക്കലിനെതിരെ പ്രക്ഷോഭം നയിച്ചത് അയ്യ വൈകുണ്ഠ സ്വാമിയായിരുന്നു. 1836 സമത്വ സമാജം എന്ന സംഘടന സ്ഥാപിക്കുന്നുണ്ട്. കേരളത്തിലെ ആദ്യ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഏതാണ്? സമത്വ സമാജമാണ്. ഒன்றേ ജാതി, ഒன்றേ മതം, ഒன்றേ ഉലകം, ഒன்றേ അരശ്, ഒன்றേ നീതി എന്ന ആശയം മുന്നോട്ട് വച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. തിരുവിതാംകൂർ ഭരണത്തെ അനന്തപുരത്തെ നീചന്റെ ഭരണം എന്നും ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ ഭരണത്തെ വെണ്ണീജ ഭരണം എന്നും വിശേഷിപ്പിച്ചതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. സ്വാതി തിരുനാൾ മഹാരാജാവ് വൈകുണ്ഠ സ്വാമികളെ അറസ്റ്റ് ചെയ്ത് തടവിലാക്കിയ ജയിലാണ് ശിങ്കാരത്തോപ്പ്. ജയിൽ മോചിതനായ ഇദ്ദേഹം അന്ധവിശ്വാസങ്ങൾക്കെതിരെ പോരാടി. ദക്ഷിണേന്ത്യയിലെ ആദ്യമായി കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികളാണ്.
നിശാ പാഠശാലകൾ സ്ഥാപിക്കുന്നത് വൈകുണ്ഠ സ്വാമികളാണ്. വയോജന വിദ്യാഭ്യാസം നടപ്പിലാക്കുക എന്ന ആശയവുമായി സ്ഥാപിച്ചതാണ് നിശാ പാഠശാലകൾ. വിഷ്ണുവിന്റെ അവതാരമാണ് താനെന്ന് സ്വയം പ്രഖ്യാപിച്ച നവോത്ഥാന നായകനാണ്. വൈകുണ്ഠ സ്വാമികൾ സ്ഥാപിച്ച ആരാധനാലയങ്ങൾ നിഴൽ താങ്കൽ എന്ന പേരിൽ അറിയപ്പെടുന്നു. ചിട്ടയായ ജീവിതം നയിക്കുന്നതിന് പരിശീലനം നൽകാൻ തൂവയൽ പന്തി കൂട്ടായ്മ എന്ന സംഘം സ്ഥാപിച്ചതും ഇദ്ദേഹമാണ്. സമപന്തി ഭോജനം സംഘടിപ്പിച്ചത് വൈകുണ്ഠ സ്വാമികളാണ്. ധർമ്മം പിന്തുടരുവാൻ അണികൾക്ക് നിർദ്ദേശം നൽകിയതും അന്നദാനമാണ് ഏറ്റവും വലിയ ധർമ്മമെന്ന് പറഞ്ഞതും ഇദ്ദേഹമാണ്. മേൽമുണ്ട് സമരത്തിന് ആദ്യകാലങ്ങളിൽ നേതൃത്വം നൽകിയത് ഇദ്ദേഹമായിരുന്നു. ആചാരങ്ങളുടെ പേരിൽ അമ്പലങ്ങളിൽ മൃഗബലി നടത്തുന്നതിനെ വൈകുണ്ഠർ എതിർത്തിരുന്നു. എല്ലാ ജാതി മതസ്ഥർക്കും ഉപയോഗിക്കാവുന്ന മുന്തിരിക്കിണർ അല്ലെങ്കിൽ സ്വാമിക്കിണർ സ്വാമിത്തോപ്പിൽ സ്ഥാപിക്കുവാൻ മുൻകൈയെടുത്ത സാമൂഹിക പരിഷ്കർത്താവാണ് വൈകുണ്ഠ സ്വാമികൾ. ധർമ്മയുഗം സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ അയ്യാവഴി എന്ന ചിന്താ പദ്ധതി വികസിപ്പിച്ചെടുത്തത് വൈകുണ്ഠ സ്വാമികളാണ്. തീജ്വാല വഹിക്കുന്ന താമരയാണ് അയ്യാവഴിയുടെ ചിഹ്നം. അയ്യാവഴി മതത്തിന്റെ പുണ്യസ്ഥലം എന്നറിയപ്പെടുന്നത് തിരുച്ചെന്തൂരിലെ ദജ്ജനമാണ്. 5 പേർ അടങ്ങുന്ന ശിഷ്യഗണം അറിയപ്പെടുന്നത് സീഡറാണ്. അയ്യാ വൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ എന്നിവയാണ് അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ. ഏതൊക്കെയാണ്? അയ്യാ വൈകുണ്ഠ അവതാരം, കൊടിയേറ്റു തിരുനാൾ, ഇതൊക്കെയാണ് അയ്യാവഴിക്കാരുടെ ഉത്സവങ്ങൾ. എന്നാൽ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയായിരുന്നു? അഖിലത്തിരുട്ട്, അരുൾനൂൽ, ഇതൊക്കെ വൈകുണ്ഠ സ്വാമികളുടെ പ്രധാന കൃതികളാണ്. വൈകുണ്ഠമല കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിൽ സ്ഥിതി ചെയ്യുന്നു. വൈകുണ്ഠമല എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കന്യാകുമാരി ജില്ലയിലെ അത്തളവിളയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വൈകുണ്ഠ സ്വാമികളുടെ പേരിലുള്ള സംഘടന ഏതാണ്? VSDP. VSDP എന്താണ്? വൈകുണ്ഠ സ്വാമി ധർമ്മ പ്രചാരണ സഭയാണ് VSDP. വൈകുണ്ഠ സ്വാമികളുടെ ജന്മദിനമായ മാർച്ച് 12 പൊതു അവധി ആക്കുക എന്ന ആവശ്യവുമായി VSDPയുടെ നേതൃത്വത്തിൽ നടന്ന സമരമാണ് നിലവിളി സമരം. ഏത് വർഷമാണ്? 2014. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് സമത്വ സമാജത്തിലും വൈകുണ്ഠ സ്വാമികളുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അപ്പൊ ഇന്ന് പഠിപ്പിച്ച ടോപ്പിക്കുകളെല്ലാം നന്നായിട്ട് പഠിക്കുക. താങ്ക്